أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും നമ്മളിൽ വർഷിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പുണ്യങ്ങൾ നേടണമെന്ന ഉദ്ദേശപ്രകാരമാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു ധാരാളമായി പുണ്യം റമദാനിൽ നമുക്ക് ചെയ്തു തരികയും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കാരുണ്യം ചൊരിഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പുണ്യങ്ങൾ നേടാനുള്ള അവസരമാണ് അള്ളാഹു നമ്മുടെ മുമ്പിൽ തുറന്നു തന്നിരിക്കുന്നത്. പടച്ച റബ്ബിന് നമ്മളോട് വളരെയധികം കാരുണ്യമുണ്ട്, കൃപയുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ് റമദാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ളതിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്കറിയാൻ സാധിക്കും. കാരണം നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നത് നമ്മളെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. നമ്മളാരും ഈ ലോകത്ത് വന്നത് നമ്മളെ ഇഷ്ടപ്രകാരമല്ല, മറിച്ച് അള്ളാഹുവാണ് നമ്മളെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മളത് മറക്കുന്നുണ്ട്. നമ്മൾ എന്ന് പറഞ്ഞാൽ മുതിർന്ന ആളുകളല്ല, പുതിയ തലമുറ, ചെറിയ വിദ്യാർത്ഥികൾ, 20-25 വയസ്സിന് താഴെയുള്ള ആളുകളൊക്കെ ഏകദേശം അതൊക്കെ മറക്കുന്നിടത്തേക്ക് എത്തുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണ് എന്ന് നമ്മൾ മറക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും ഒക്കെ നമുക്ക് ലഭിക്കുക നമ്മൾ സ്വന്തം തീരുമാനിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ജോലി ഉണ്ടെങ്കിൽ എനിക്കെല്ലാം ആവും, ഞാൻ അവിടെ പോയി ഇരുന്നാൽ ഇവിടെ പോയാൽ അവിടെ പോയാൽ സമാധാനം ഉണ്ടാകും എന്നൊക്കെയുള്ള രൂപത്തിലാണ് ആളുകളുടെ അടുക്കലുള്ളത്. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാം നൽകുന്നതും എല്ലാം നേടുന്നതും സർവശക്തനായ അള്ളാഹുവിൻ്റെ കൃപയിലൂടെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അള്ളാഹുവിനുള്ളതാണ്. ഇന്നാലില്ല, മരിക്കണ നേരത്ത് മാത്രമേ നമ്മളത് പറയുള്ളൂ. ആരെങ്കിലൊക്കെ മരിച്ചാൽ പറയും ഇന്നാലില്ല, ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്. സത്യത്തിൽ അങ്ങനെ പോരാ. എപ്പോഴും നമുക്ക് വിചാരം വേണം നമ്മൾ അള്ളാഹുവിനുള്ളതാണ്. വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളിലുള്ള എല്ലാത്തിൻ്റെയും അധികാരം പടച്ച റബ്ബിൻ്റെ അടുത്താണ്. എനിക്ക് സ്വന്തമായിട്ട് ഒരു അധികാരമില്ലാന്ന്. അങ്ങനെ അധികാരം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും രോഗം വരും, അതേപോലെ തന്നെ നമുക്ക് എപ്പോഴും എന്തെങ്കിലും അസുഖങ്ങൾ വന്നുകൊണ്ടും അതേപോലെ മറ്റെന്തെങ്കിലും വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ പെട്ടെന്ന് ആൾക്കാർ മരിച്ചു പോയിട്ട് നമ്മളെ ശരീരത്തിൽ തന്നെ പലതും വലുതായി വന്നുകൊണ്ടിട്ട് നഖങ്ങളൊക്കെ വലുതാണ്. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ വെറുതെ നമുക്ക് തീരുമാനിച്ചൂടെ? ഒന്നും നമ്മളല്ല, നമ്മളെ വളർത്തി പരിപാലിക്കുന്ന രക്ഷിതാവാണ് എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രക്ഷിതാവ് നമുക്ക് നമ്മുടെ അടുക്കൽ എന്തൊക്കെ വരും, വീഴ്ചകൾ വരും, പോരായ്മകൾ വരും എന്നൊക്കെ റബ്ബിന് നേരത്തെ അറിയാം. അതിനൊക്കെ അള്ളാഹു അവൻ്റെ അതൊക്കെ മായ്ച്ചു കളയാനുള്ള പ്രതിവിധിയും അള്ളാഹു തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ നമ്മൾ അള്ളാഹുവിനുള്ളതായത് കൊണ്ട് നമ്മൾ പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് മടക്കപ്പെടുന്ന ആളുകളാണ്. ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ മടങ്ങി പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് ചെന്നാലോ, റബ്ബിന്റെ അടുക്കലുള്ളത് നമ്മളെ എല്ലാവരെയും കൊണ്ടുപോയി നിർത്തുന്ന സ്ഥലം നരകത്തിന്റെ മുമ്പിലാണ്. നരകത്തിന്റെ മുമ്പിൽ ചെല്ലാത്തവരായി ഒരാളും ഉണ്ടാവൂല. എത്ര വലിയ നല്ല മനുഷ്യരാണെങ്കിലും നരകത്തിന്റെ മുമ്പിലാണ് അവരുണ്ടാകുക. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. വഇൻ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ ആരും തന്നെ ഇല്ല വാരിദുഹാ, നരകത്തിന്റെ അരികിൽ വരാത്തവരായി ആരുമില്ല എന്നാണ്. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ, നിങ്ങളുടെ രക്ഷിതാവ് നിർബന്ധമായി തീരുമാനിച്ചു വെച്ച കാര്യമാണ് നരകത്തിന്റെ മുമ്പിൽ നമ്മളെ കൊണ്ടുപോയി നിർത്തുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള നിൽക്കുമ്പോ അതിൽ നിന്ന് ആര് മാത്രമാണ് രക്ഷപ്പെടുക? ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. തഖ്വയുള്ള ആളുകളെ നമ്മൾ രക്ഷപ്പെടുത്തുമെന്നാണ്. തഖ്വ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടൂ. നിങ്ങൾ ആലോചിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തഖ്വ ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളോട് പറയുക മാത്രമല്ല ചെയ്തത്. നമുക്ക് എങ്ങനെയാണ് തഖ്വ ഉണ്ടാവുക, ആ തഖ്വ ഉണ്ടാകാനുള്ള മാർഗങ്ങൾ എന്താണ്, അത് പടച്ച റബ്ബ് പഠിപ്പിച്ചു തരികയും പരിശീലിപ്പിക്കുകയും ചെയ്യാന്നുള്ളത് കൂടിയുണ്ട്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യണത്? നോമ്പ് വലിക്കണത്. അപ്പൊ ഞാൻ എന്തിനാ നോമ്പ് വലിക്കണത് എന്ന് നമുക്ക് മനസ്സിൽ എപ്പോഴും വേണം. ഒന്നാമതായി നമുക്കുണ്ടാവേണ്ടത് എന്റെ റബ്ബിന്റെ കൽപ്പന ഞാൻ ഇവിടെ പൂർത്തീകരിക്കുകയാണ്. അല്ലാതെ ഇപ്പൊ നമ്മളെ നാടുകളിൽ വാട്സപ്പിലും മറ്റിലൊക്കെ പലതിലും കാണുമ്പോൾ അനുസരിച്ച്
നോമ്പ് നോറ്റാൽ ആരോഗ്യത്തിന് നല്ലതാണ്, തടി കുറയാൻ നല്ലതാണ്. അതേപോലെ മസിലൊക്കെ അങ്ങനെയാകാന്നൊക്കെ പറഞ്ഞു പറയും. ഇതിനെ നിയ്യത്ത് വെച്ചാൽ നമ്മളെ കൂലി ചില വണ്ടിയന്മാർ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത്, വേറെ ചില വണ്ടിയന്മാർ കുറഞ്ഞു പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ശരി, നമ്മുടെ നിയ്യത്ത് എപ്പോഴും എന്തായിരിക്കണം? അള്ളാഹ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ എനിക്ക് നിർബന്ധമാക്കിയതാണ്, എന്റെ രക്ഷിതാവ് എന്നോട് നിർബന്ധമായി കൽപ്പിച്ച ഒരു കർമ്മമാണ് നോമ്പ് നോൽക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ നോമ്പ് നോൽക്കുന്നു എന്നാണ് നമ്മളെ മനസ്സിലുണ്ടാവേണ്ടത്. എന്തിനു വേണ്ടിയാണ് ഞാൻ നോമ്പ് നോൽക്കുന്നത്? അതും അതാ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാവാനാണ് നോമ്പ് നോൽക്കുന്നത്. അപ്പൊ തഖ്വയാണ് നമ്മൾക്ക് നേടിയെടുക്കേണ്ടത്. എന്തിനാ നമ്മൾ നോമ്പ് നോൽക്കണത്? നോമ്പ് നോൽക്കണത് എന്ന് പറഞ്ഞാൽ തഖ്വ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. കാരണം തഖ്വ ഉണ്ടായാൽ മാത്രമേ എവിടുന്ന് രക്ഷപ്പെടുള്ളൂ? നരകത്തുനിന്ന് രക്ഷപ്പെടുകയുള്ളൂ എന്നാണ്. രണ്ടാമതായി, നമ്മളിപ്പോ ഈ ദുനിയാവിൽ ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ നിലക്കും മുമ്പ് ഒരു 10-30 കൊല്ലം മുമ്പത്തെ മാതിരിയല്ല തെറ്റിലേക്ക് പോകാനുള്ള എല്ലാ ചാൻസും നമ്മളെ മുമ്പിൽ പടച്ചോൻ തന്നെയാണ് തുറന്നു നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തെറ്റിലേക്ക് എളുപ്പം പോകാൻ കഴിയുന്ന രൂപത്തിലുള്ള മാർഗങ്ങൾ നമ്മളെ മുമ്പിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർ പെട്ടെന്ന് ഈ തെറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇസ്തിഗ്ഫാർ നടത്താനും തൗബ ചെയ്യാനും സാധിക്കാത്ത രൂപത്തിൽ മരിച്ചു പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിട്ട് നമ്മളോട് പറഞ്ഞെന്താ? മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വിശ്വാസത്തോടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ആരാണോ നോമ്പ് നോൽക്കുന്നതെങ്കിൽ അവന് കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും. എന്തിനാ ഈ നോമ്പ് നോൽക്കുന്നത്? എന്റെ പാപം പൊറുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. ഇന്ന് സത്യത്തിൽ നമ്മളെ ആർക്കും അവർ വിചാരമില്ല, വിശ്വാസികൾക്ക് ആർക്കും വിചാരമില്ല. നിങ്ങൾ കണ്ടില്ലേ, പള്ളിക്ക് പോകണം എന്തിനാ, ജുമയ്ക്ക് പോകണം എന്തിനാ വെച്ചാ ഇന്ന് ജുമയല്ലേ അപ്പൊ പോവുകയാണേ എന്ന് പറഞ്ഞാൽ പോവുക. അല്ലെങ്കിൽ അപ്പുറത്തെ ആളോട് പെണ്ണുങ്ങളാണെങ്കിൽ പറയും ഇത് പോകണ്ടടി, ഇല്ല എന്തിനു പോകാൻ പറ്റുന്ന ഞാനൊന്നില്ല, അത്ര തന്നെ ഉള്ളു പെണ്ണുങ്ങളുടെ കാര്യം. കൂട്ടുകാരികളുണ്ടോ ജുമയ്ക്ക് പോവാ, അല്ലെങ്കിൽ ഉണ്ടോ പോവാൻ. അവനവന് വേണ്ടി പാപം പൊറുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു വിചാരമില്ല. അതുകൊണ്ട് വിശ്വാസികൾ, നമ്മൾ ഈ റമദാനിന് നോമ്പ് നോൽക്കുന്നത് എന്തിനാ? പാപം പൊറുക്കുന്നതിന് വേണ്ടിയാ, പൊറുക്കപ്പെടുന്നതിന് വേണ്ടിയാണ് എന്ന് മനസ്സ് വിചാരിക്കാതെ. എന്നിട്ട് നോക്കിങ്ങളെ, ഈ പാപം പൊറുക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ധൃതി കൂട്ടണം. എന്താ പാപം പൊറുക്കുന്ന കാര്യം? ഖുർആൻ എന്താ പറഞ്ഞത്? 2 സ്ഥലത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വസാരിഊ ഇലാ മാഫിറത്തിൻ മിർ റബ്ബികും വജന്ന. വസാരിഊ, നിങ്ങൾ വേഗത്തിലാകണം, സാവകാശം കാണിക്കരുത്. എങ്ങോട്ടേക്ക്? ഇലാ മാഫിറത്തിൻ മിർ റബ്ബികും, റബ്ബിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെടണം. അലിമ്രാന സൂറത്ത് ഹദീദിൽ പറഞ്ഞു, വസാബിഖൂ ഇലാ മാഫിറത്തിൻ മിർ റബ്ബികും. മുസാബഖത്ത് നടത്തണം. മുസാബഖ മത്സരം. ഞാൻ ഓനെ തോൽപ്പിച്ചുകൊണ്ട് അവിടെ ഉണ്ടാകണം, ഓളെത്തുന്നതിന് മുമ്പ് ഞാൻ എത്തണം എന്ന രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാകണം. ഏതിലേക്ക്? മഗ്ഫിറത്ത്, പാപമോചനത്തിലേക്ക്. ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ റമദാനിനെ നമ്മൾ മുതലാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്താ അറിയങ്ങള്? മഗ്ഫിറത്തുൻ മിർ റബ്ബിക്കും എന്ന് പറഞ്ഞാൽ വെറും ഒരു അസ്തഗ്ഫിറുല്ലാഹ്, പഠിച്ചവനെ പുറത്തു തരണേ, ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തിരിക്കണത് പുറത്തു തരണേ എന്ന് പറയല് മാത്രമല്ല, അതൊരു പെട്ട ഒന്നാണ്. പിന്നെയോ, അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്ന ഏതൊക്കെ പുണ്യങ്ങളുണ്ടോ, ഏതൊക്കെ പുണ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. സദഖ ഹദീസിൽ വന്നിട്ടുണ്ടാവും. ചിലയിടത്ത് അജ്റുൻ അദീം, അജ്ർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്, പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഹസനത്താണെന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ചെയ്താലും നമ്മളെ പാപം പൊറുക്കുന്നതാണ്. അപ്പോ പാപം പൊറുക്കുന്ന കർമ്മങ്ങളിലേക്കൊക്കെ നമ്മളോട് സാവകാശം കാണിക്കാതെ പോകാനാണ് ആര് പറഞ്ഞിട്ടുള്ളത്? അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഒരു ടൈമും അതിന് വേസ്റ്റായി കളണ്ടാ, കാത്തു നിൽക്കണ്ട, വേഗം പുണ്യം ചെയ്തോളിന്ന്. അതാ റബ്ബിക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ചത്, നമ്മളെ ആൾക്കാർ എത്ര പുണ്യണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മേൽപോട്ടാണ്. ഇതൊക്കെ നമ്മളെ പാപം പൊറുക്കാനാണെന്ന്. ഇപ്പൊ ക്ലാസ്സിൽ വന്നിരുന്ന എന്താ ഉള്ളത്? പാപം പൊറുക്കുന്നതാണ്. കേട്ടുകൊണ്ടിരിക്കുക നമ്മൾ പാപം പൊറുക്കും. നമുക്ക് വേണ്ടി മലക്കുകൾ ഇങ്ങനെ പൊറുക്കലിനെ തേടാണ്. പള്ളിക്ക് പോണത് എന്തിനാ? പള്ളിയിൽ പോയാൽ പാപം പൊറുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് റമദാനിന്റെ പുണ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചു.
എന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പള്ളിയിലേക്ക് വരുന്നതും ഒക്കെ. ജുമാക്ക് വരുന്നത്, ഒരു ജുമാക്ക് വന്നാൽ അടുത്ത ജുമാ വരെയുള്ള പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ് ഹദീസിലുള്ളത്. ഒരാഴ്ച വന്നാൽ അപ്പൊ എന്തിനാ നമ്മൾ പള്ളിക്ക് പോണത്? എന്തൊക്കെയോ തെറ്റുകളാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പൊറുക്കപ്പെടാനുള്ള ഒരു മാർഗമാണ് ജുമാക്ക് പോകല്. അതൊക്കെ പൊറുക്കപ്പെടാനുള്ള മാർഗങ്ങളാണ് ക്ലാസ് കേൾക്കാൻ വേണ്ടി പള്ളിയിൽ പോലെ. അത് മാത്രമാണോ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഒക്കെ ഏത് പുണ്യാണെങ്കിലും അങ്ങനെ തന്നെ. ഇനി ഖുർആൻ ഓതലാണെങ്കിലോ, ഇത് റമദാനിന്റെ മാസാണല്ലോ, ഖുർആനിന്റെ മാസാണല്ലോ. റമദാൻ ഖുർആന്റെ മാസാണ്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം. ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഖുർആൻ ഓതിയാലും നമ്മുടെ പാപം പൊറുക്കുമായിരിക്കും. അങ്ങനെ മനസ്സിലാക്കിക്കണം. നിങ്ങളെന്ന് പറഞ്ഞു നോക്കി, നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു ഓർമ്മ ഉണ്ടാവില്ല. എത്ര വട്ടം കത്തം തീർത്ത്, ഇത്ര വട്ടം തീർത്തു. ഞാൻ ഓളോട് പറയാൻ വേണ്ടി കത്തം തീർത്ത് പറയാൻ വേണ്ടി ഞാൻ 3 വട്ടം 4 വട്ടം ഓതി തീർക്കുക എന്നുള്ളതല്ലാതെ അങ്ങനെയല്ല നമ്മളെ മനസ്സിലുണ്ടാകണം. എന്തിനാ നമ്മൾ ഓരോ ആഴ്ച ഓതുന്നത്? ഒരാഴ്ച ഓതിയാൽ എന്റെ പാപം പൊറുക്കുന്നല്ല, ഒരക്ഷരം ഓതിയാൽ എന്റെ പാപം പൊറുക്കുമെന്നാണ് നബി പറഞ്ഞിട്ടുള്ളത്. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് വഹുവ ലഹു ഹസന, ഒരു ഹർഫ് ഒരാൾ ഓതിയാൽ അത് അവനൊരു ഹസനത്താണ്. ഒരു ഹസനത്താണ് അവനെ എന്നാ പറഞ്ഞത് റസൂലുള്ളാഹ്. എന്നിട്ട് നബി പറഞ്ഞു, വഅന ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്, അലിഫ് ലാം മീം എന്നുള്ളത് ഒരക്ഷരമാണ് എന്ന് ഞാൻ പറയുന്നില്ല. വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ, 3 അക്ഷരമാണ്. എത്ര യൂണിറ്റ്? അലിഫ് ലാം മീം നമ്മൾ ഓതുമ്പോൾ 30 ഇരട്ടി കൂലി നമുക്ക് കിട്ടുന്ന 30 നന്മകളാണ്. എന്ന് പറയും ഈ ഖുർആനായിട്ട് ഇങ്ങനെ ഓതുന്നതിനനുസരിച്ച് നമ്മുടെ പാപം പൊറുക്കപ്പെടല്ലേ? എവിടെ പാപം പൊറുക്കുക എന്നുള്ളത് ഖുർആനായിട്ടാണ്. ഇതൊക്കെ ഏതൊരു നന്മ ചെയ്താലും നമ്മുടെ പാപം പൊറുക്കുന്ന ഖുർആനിലുണ്ട്. ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത്ത്, ഇന്നൽ ഹസനാതി തീർച്ചയായും നന്മകൾ. നന്മ എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ഒരക്ഷരം ഓതിയാൽ ഹസനത്താണ്, നന്മയാണെന്നാണ് നബി പറഞ്ഞത്. അപ്പോ ഖുർആൻ ഓതിയാൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത്ത്, തിന്മകളെ അത് പോക്കിക്കളയുന്നു, ഇല്ലാതാക്കി കളയുന്നു. ഇനി നമ്മളെ നിയ്യത്ത് വെക്കി. എന്താ നമ്മളെ നിയ്യത്ത്? നമ്മൾ മാറുക. എന്താ നമ്മളെ മാറ്റേണ്ട നിയ്യത്ത്? ഞാൻ ഖുർആൻ ഓതുന്നത് എന്റെ പാപം പൊറുക്കാൻ, ഞാൻ നിസ്കരിക്കുന്നത് എന്റെ പാപം പൊറുക്കാൻ, ഞാൻ മറ്റുള്ള ആളുകൾക്ക് എല്ലാ നന്മകൾ ചെയ്യുന്നതും എന്തിനു വേണ്ടിയാ? ഞാൻ എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു മനസ്സ് വെച്ച് നമ്മൾ സമീപിച്ചു നോക്കി. അപ്പോഴാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പൊ പള്ളിയിൽ പോയി ഇരിക്കുക. പള്ളിയിൽ കുറച്ചേറെ ഇരുന്നാലോ പാപം പൊറുക്കപ്പെടും. കാരണം ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത നിസ്കാരം വരെ പ്രതീക്ഷിച്ചിരുന്ന നിസ്കാരത്തിലാണ്. മാത്രമല്ല അവര് വേണ്ടി പൊറുക്കെല്ലാം തേടിക്കൊണ്ടിരിക്കുന്നു. ഒക്കെ കാരണം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ഈ റമദാൻ മാസത്തിൽ പുണ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഏതൊക്കെ കർമ്മമുണ്ടോ ആ കർമ്മങ്ങളിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വേഗത്തിൽ പോരണം എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ നമ്മളെ മനസ്സ് ഈ റമദാനിൽ ഞാൻ നോമ്പ് നോൽക്കുന്നത് എന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടുകൊണ്ട് നല്ല കറ കളഞ്ഞ ഒരാളായി മാറാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ നീയത്തൊന്ന് വെക്കും. രണ്ടാമത്തെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എന്തായാലും എനിക്ക് തെക്കുണ്ടാകാൻ വേണ്ടി. തെക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നാളെ പരലോകത്ത് രക്ഷപ്പെടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. അത് മാത്രമാണല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? തെക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തും സമാധാനം ഉണ്ടാവുള്ളൂ, പരലോകത്തും സമാധാനം ഉണ്ടാവുള്ളൂ എന്നാണ്. അതിനാണ് പഠിച്ചത് നമ്മളോട് നോമ്പ് വെക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മളിപ്പോ നിസ്കരിക്കുന്നതും നോമ്പ് വെക്കുന്നതും മറ്റുള്ള എല്ലാ കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കണമെങ്കിലും എന്ത് വേണം? തഖ്വ വേണമെന്നാണ് ഖുർആൻ പറയുന്നത്. എന്താ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, ഇന്നമാ യതഖബ്ബലുല്ലാഹ്, തീർച്ചയായും അല്ലാഹു സ്വീകരിക്കുക മിനൽ മുത്തഖീൻ, മുത്തഖിയാണെങ്കിൽ മാത്രമേ അല്ലാഹു നമ്മുടെ കർമ്മം സ്വീകരിക്കുള്ളൂ. അപ്പൊ നമ്മൾ മുത്തഖിയാണ്ടേ? തഖ്വയുള്ള ആളായി മാറിയാൽ മാത്രമേ അല്ലാഹു നമ്മുടെ പാപം, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുള്ളൂ. നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ആരാകണം? തഖ്വ ഉണ്ടാകണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യണത്? നോമ്പ്. അപ്പൊ നോമ്പ് വെച്ചിട്ട് അങ്ങനത്തെ ഒരാളായി മാറാൻ കഴിയുന്ന നോമ്പായി മാറണം. അതാണ് മാറ്റേണ്ടത്. ഞാൻ പറഞ്ഞുതരാം എന്താന്ന് അടുത്ത്. വീണ്ടും നോക്കി തഖ്വ ഉണ്ടെങ്കിലേ നമുക്ക് അറിവുണ്ടാവുള്ളൂ. തഖ്വ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്? അറിവുണ്ടാകും. ആ അറിവ് നേടാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ് യജ്അൽ ലക്കും ഫുർഖാനാ വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും. അല്ലയോ സത്യവിശ്വാസികളെ, ഇൻ തത്തഖുല്ലാഹ്,
നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ, നമ്മൾ പഠിച്ചവനെ സൂക്ഷിച്ച് ജീവിച്ചാൽ, തഖ്വയുള്ള ആൾക്കാരായി ജീവിച്ചാൽ, നിങ്ങൾക്ക് അല്ലാഹു അറിവ് നൽകുമെന്നാണ്. സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ജ്ഞാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അപ്പൊ നമുക്ക് അറിവ് കിട്ടണമെങ്കിലുള്ള മാർഗം എന്താ? നമുക്ക് തഖ്വ ഉണ്ടാവണം. ഏതറിവ്? ഭൗതികമായ അറിവ് ഇപ്പൊ തഖ്വ എല്ലാവരും കിട്ടുന്ന എല്ലാവർക്കും അറിയാം. പാരത്രികമായ അറിവുകൾ കൂടാൻ നമുക്ക് തഖ്വ ഉണ്ടാകുമ്പോഴാണ് അത് കൂടിക്കൂടി വരിക. അപ്പൊ നമുക്ക് ഖുർആനൊന്നും മനസ്സിലാണില്ലല്ലോ. ഓതലൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ അർത്ഥം എന്താ എന്തെങ്കിലും അറിയോ? ഇല്ല. ആയത്തിന്റെ അർത്ഥങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ കൂടി നമുക്ക് എന്തുണ്ടാകുക? തഖ്വ വർദ്ധിക്കുന്നതോടും അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞുകൊണ്ടിരിക്കും. അടുത്ത നോക്കി നിങ്ങള് ഇതൊന്നും നമുക്കൊരു പേടിയില്ലേ? എന്താ അറിയോ? നമ്മൾ ഈ ദുനിയാവിൽ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണുന്നതും കേട്ടതും അതാണ് ജീവിതം എന്ന് മനസ്സിലാക്കി പോവുകയാണ്. സത്യത്തിൽ അങ്ങനെയൊന്നല്ല. എന്ത് തെറ്റ് നമ്മൾ ചെയ്തിക്കണോ ആ തെറ്റ് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും തിരിച്ചറിയുന്ന രൂപത്തിലുള്ള അടയാളങ്ങളുമായിട്ടാണ് പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുക. റബ്ബിന്റെ മുമ്പിൽ അടയാളങ്ങളെ കൊണ്ട് തിരിച്ചറിയപ്പെടുന്ന എല്ലാത്തിനും അടയാളം ഉണ്ടാകുന്നു. എന്ത് തെറ്റ് ചെയ്തിക്കണോ അതൊക്കെ വേറുള്ള ആൾക്കാർക്ക് കണ്ടാൽ അറിയുന്ന അടയാളം നമ്മുടെ ശരീരത്തിലുണ്ട്. ആ അടയാളമൊക്കെ കുറെ ഖുർആനിൽ വന്നിട്ടുണ്ട്, കുറെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഓരോന്നിനും ഓരോ അടയാളങ്ങളാണ്. ഒരു ഉദാഹരണം ഇപ്പൊ ഞാൻ പറയുന്നത് ഒറ്റന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ. എന്താ വെച്ചാൽ, കളവ് നടത്തിയ ഒരാളാണെങ്കിൽ, വഞ്ചിച്ചുകൊണ്ടൊക്കെ എടുത്ത ഒരാളാണെങ്കിൽ, പറ്റിച്ചൊക്കെ എടുത്ത ആൾക്കാരുണ്ടാവും, അതാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ ആ സാധനം ഉണ്ടാവുന്നതാണ്. അയാളെ കയ്യിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച കയ്യിൽ തന്നെ ഉണ്ടാകുന്നല്ല, അയാളടുത്ത് ആ സാധനം ഉണ്ടാവും. ഖുർആനിലാണ് ആരെങ്കിലും വഞ്ചിച്ചുകൊണ്ട് ഒരു കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് കട്ടുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടൊക്കെ ഒരു കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ, ഖിയാമത്തിനാളിൽ അവൻ വഞ്ചിച്ചെടുത്ത സാധനവുമായിട്ടാണ് പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ വരിക. റസൂലുള്ളാഹി പറഞ്ഞു, ചില ആൾക്കാരെ കഴുത്തിലുണ്ടാവും ആടിനെ കട്ടെടുത്തുകൊണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ അതായിരുന്നു കൂടുതൽ ഉണ്ടാവുക. അതിന്റെ കഴുത്തിൽ നിന്നിട്ട് ആടിങ്ങനെ കരയും. ഒട്ടകങ്ങൾ ഉണ്ടാവും, മാടുകൾ ഉണ്ടാവും, പശു, പോത്ത്, അങ്ങനെയുള്ളതൊക്കെ കഴുത്തിൽ ഉണ്ടാവും. ഇത് ഹദീസിൽ വന്നു, ഖുർആനിലാ വന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, അടയാളങ്ങളാണ്. ഇനി വേറെ കുറെ അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളൊക്കെ അപ്പൊ പറയില്ല. അതെന്തായാലും നമ്മുടെ ശരീരത്തിൽ അതിന്റെ അടയാളങ്ങളുമായി വരുന്ന രംഗങ്ങളെ ആലോചിച്ച് നോക്കി നിങ്ങൾ പരലോകത്ത്. അങ്ങനെ നിൽക്കുമ്പോ ഇത് പൊറുക്കപ്പെടേണ്ടതുണ്ട്, മായ്ക്കപ്പെടേണ്ടതുണ്ട്. അത് മായ്ക്കുക ആർക്കാണ്? തഖ്വയുള്ളവർക്കാണ്. അതാണ് നിങ്ങളുടെ പാപങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് മായ്ച്ചു കളയും. അത് പിന്നെ കാണൂല പരലോകത്ത്. ആ തെറ്റെന്താണെന്ന് നമുക്ക് ആർക്കും കാണാൻ കഴിയില്ല. പരലോകത്ത് ആർക്കും അത് കാണുന്ന അടയാളങ്ങളും ഉണ്ടാവൂല എന്നാണല്ല പറയുന്നത്. അടുത്തത് എന്താ? നിങ്ങളുടെ പാപങ്ങൾ പുറത്തു വരും. തഖ്വ ഉണ്ടാകുമ്പോഴാണ്. മുമ്പ് പറ്റിയത് തഖ്വ ഉണ്ടാകാനല്ലേ? അങ്ങനെ തഖ്വ ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ചു, എന്താണ് തഖ്വ? ഇത് നോമ്പിലൂടെ നമുക്ക് ഉണ്ടാകണ്ടോ? ഖുർആൻ തന്നെ പറഞ്ഞു, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നah അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത ലിൽ മുത്തഖീൻ. സ്വർഗ്ഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെടുക, പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെടുക. അത് മുത്തഖീങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ആരാണ് മുത്തഖീൻ? ഈ മുത്തഖിന്റെ സ്വഭാവം ഒക്കെ നോമ്പ് നമ്മൾ ഉണ്ടാകട്ടെ. നോമ്പുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കലുണ്ട്. പക്ഷെ എന്ത് ചെയ്യണില്ല? നിയ്യത്ത് തെറ്റിയതുകൊണ്ട് അത് നമ്മളിൽ ഉണ്ടാകണില്ല. അത് മാത്രം. എന്താണെന്ന്? ഒന്നാമത്തെ, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ വൽകാദിമീനൽ ഗൈദ് വൽആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ആരാണ് തഖ്വയുള്ള ആൾക്കാർ? നോമ്പ് നോറ്റാൽ ഉണ്ടാകേണ്ട ഒരു കാര്യം കൂടി അതാണെന്നാണ്. അത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? നോമ്പ് ഒരുക്കുന്നത്. ഇപ്പൊ നോമ്പിന്റെ ചൈതന്യം നമുക്ക് നേടിയെടുത്തിക്കണമെന്ന് പറയണമെങ്കിൽ ഇതൊക്കെ നമ്മളിൽ ഉണ്ടാവണം. അതിൽ ഒന്നാമത്തെ എന്താ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ. മനസ്സിന് സന്തോഷമുണ്ടാകുന്ന സന്ദർഭത്തിൽ അവർ ധർമ്മം ചെയ്യുന്ന ആളുകളാകുന്നു. വദ്ദറാഇ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. ബുദ്ധിമുട്ടിലാണ്, കഷ്ടപ്പാടിലാണ്, പ്രയാസത്തിലാണ്, ആ സമയത്തും ഉള്ളത് എന്താണോ അതിൽ നിന്ന് കൊടുക്കുന്നവനാണ് മുത്തഖി.
നോമ്പ് വെച്ചാൽ നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ എത്ര പൈസ ഇല്ലാന്ന് പറഞ്ഞ ആൾക്കാരും ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിലും ശരി, ഒരു എന്താ ഉള്ളതൊക്കെ അവിടെ നിന്ന് ഇല്ലെന്ന് നോക്കിയിട്ട് കുറച്ചെങ്കിലും അവിടെ നിന്ന് എടുത്ത് കൊടുക്കുക. പൈസ ഉണ്ടോ നോക്കി, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ വേണ്ടിയാണ് എടുത്തുവെച്ചതായിക്കാരം. അപ്പൊ ആ എടുത്തുവെച്ച കാര്യം എന്ത് ചെയ്യും? അതിന്ന് നമ്മൾ എന്ത് ചെയ്യും? ആ സ്വതക്കയായിട്ട് കൊടുക്കും. അതാണ് ഒരു മുത്തഖിയുടെ സ്വഭാവം. നോക്കി, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ നമുക്ക് എല്ലാത്തിനും മാതൃക. നബിയുടെ മാതൃക എന്തായിരുന്നു? റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞെടുത്ത ഹദീസിൽ കാണാം, കാന അജ്വദൻ നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാജ്വദമായ യകൂനു ഫീ റമളാന, റമളാനിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്തിരുന്നത്. അപ്പൊ റമളാനിൽ ധർമ്മം ചെയ്യുന്ന ആളാണ് നബി എന്ന് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തായിട്ട് ധർമ്മം ചെയ്യാവാണ്. എന്തിനാ ധർമ്മം ചെയ്യണേ? നമ്മളെ മനസ്സിലാക്കിയ കാര്യത്തിനൊന്നല്ല. നമ്മൾ ധർമ്മം ചെയ്യണേ ഏതായാലും ഇവരൊക്കെ വരുന്നുണ്ടല്ലോ, കുറെ ദിവസം എന്നും വന്നിങ്ങനെ, അത് എല്ലാ കൊല്ലവും വരുന്നതിൽ തന്നെയാണ്. കഴിഞ്ഞിലൊക്കെ വന്നതിനവർ തന്നെയാണ് അവർക്ക് കൊടുക്കുക. എല്ലാ കൊല്ലം വരുന്നവരാണ് കൊടുക്കുക. അല്ലെങ്കിൽ 4 ആൾക്കാർ ഒപ്പം വരുന്നുണ്ട്, അപ്പൊ ഒരുപാട് ആൾക്കാർ വന്നതല്ലേ, അപ്പൊ അവർക്ക് എങ്ങനെ കൊടുക്കാതിരിക്കുക? അങ്ങനെ കൊടുക്കുക. ഇങ്ങനെയൊക്കെ അല്ല നമ്മൾ, മറിച്ച് എങ്ങനെ കൊടുക്കേണ്ടത്? എന്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കേണ്ട കാര്യങ്ങള്? വല്ലദീന യൂതൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. വല്ലദീന യൂതൂന മാ ആതൗ, അല്ലാഹു അവർക്ക് നൽകിയതിൽ നിന്ന് അവർ കൊടുക്കും. നമുക്ക് കിട്ടിയ പൈസക്ക് ഉറപ്പൊഴിച്ച് പണിയെടുത്തുണ്ടാക്കിയതാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് കോലത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയതാണെങ്കിലും ഇതൊന്നും നമുക്ക് സ്വന്തം ഉണ്ടായതല്ല. ആരാ നമുക്ക് നൽകിയത്? അള്ളയാണ്. നമ്മളെ പഠിച്ചോൻ ഒന്നുമല്ലാത്ത ആളാക്കി മാറ്റാൻ കഴിയും. നമ്മളെ ഭർത്താക്കന്മാർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ജോലി ചെയ്യുന്നവർ അവരാണെങ്കിൽ നമ്മളെത്തും വരുമാനം ഉണ്ടെങ്കിൽ നമ്മളും മനസ്സിലാക്കുക എന്താണുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്നതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരു വലിയ രോഗിയാക്കി മാറ്റുകയായിരുന്നുവെങ്കിൽ, ഒന്നിനും കഴിയാത്ത രോഗിയാക്കി പടച്ചിറപ്പ് നമ്മളെ മാറ്റുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ കഴിയോ? ഇല്ല. അപ്പൊ ഈ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആളാക്കി പടച്ചിറപ്പ് നമ്മളെ മാറ്റിയത് എന്തിനു വേണ്ടിയാ? നമ്മൾ ആലോചിക്കും. അള്ളാഹു ആണ് ഇതൊക്കെ ചെയ്തു തരുന്നത്. അതുകൊണ്ട് എനിക്ക് പണം ഉണ്ടാക്കാനുള്ള മാർഗം തന്നത് പടച്ചിറപ്പാണ്. അതുകൊണ്ടാ പറ വല്ലദീന യൂതൂന മാ ആതൗ, അവർക്ക് നൽകിയതിൽ നിന്ന് അവർ കൊടുക്കുന്നവരാണ്. എങ്ങനെ കൊടുക്കുക? വഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ പേടിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. നമുക്ക് നല്ല പേടിയാണ്. എന്താ പേടിയുണ്ടാകുക? നമ്മളെ പേടി എന്താ വെച്ചാൽ കൊടുത്താ പിന്നെ ഞാൻ കരുതി വെച്ച പണ്ടം വാങ്ങാൻ കഴിയൂലല്ലോ, അല്ലെങ്കിൽ ഒരു പർദ്ദ വാങ്ങണം വിചാരിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി ഒരു കൂട്ടി വെച്ചതായിരുന്നു, അതിക്കുള്ള പൈസയാണ്, അതിപ്പോ കൊടുത്താൽ കഴിഞ്ഞു പോകുമല്ലോ. ആ പേടിയല്ല. പിന്നെന്താ പേടി? അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോവണല്ലോ എന്നുള്ള പേടിയാണ്. പഠിച്ചവന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയാൽ എന്താ പ്രശ്നം? എല്ലാ സുഖത്തിനെ കുറിച്ചും അല്ലാഹു ചോദിക്കുമെന്നാണ്. ഉമ്മല തുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം, എല്ലാ സുഖത്തെ കുറിച്ചും ചോദിക്കുമെന്നാണ്. ഇവിടെ വയസ്സായ ആൾക്കാരുണ്ട്, ചോദിച്ചു നോക്കേണ്ടി. ഒരു 50 കൊല്ലം മുമ്പത്തെ അവസ്ഥ എന്താണ്? 50 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ വളരെ പ്രയാസകരമായ അവസ്ഥ ഉണ്ടായിരുന്നത്. ആർക്കും കൂടുതൽ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല. വായ്പ വാങ്ങി പോകില്ലായിരുന്നു. പല സ്ഥലത്ത് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അപ്പുറത്തെ വീട്ടുകാർ ഇവരോട് വായിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയില്ലേ, നിങ്ങളെ വരിയിലൊന്ന് വേറെ ആൾക്കാർ വാങ്ങിയിട്ടുണ്ടാവും, പല ആൾക്കാർക്ക് അറിയാം. അങ്ങനെയായിരുന്നു. ഡ്രസ്സുകൾ വരെ വായ്പ വാങ്ങുക. ഭക്ഷണം കഴിക്കാണ്ടോ ഇല്ല. എന്താ ഉണ്ടാവുക? കല്യാണത്തിനൊക്കെ പോയാൽ വെറും ഒരു നാടൻ സാധാ ചോറും പപ്പടം പൊരിച്ചതും ഇറച്ചി വരച്ചിയതും മാത്രം. വലിയ കല്യാണത്തിന്റെ ചോറൊക്കെ ഇന്നോ എത്ര തരം, എത്ര വിഭാഗം. ഇതൊക്കെ നമ്മളെ മുമ്പിൽ ആരാ തന്നത്? പഠിച്ചോൻ. വെള്ളം കിട്ടണമെങ്കിൽ കുറെ ദൂരം നടന്നു പോകേണ്ടിയിരുന്നു, ഏറ്റിക്കൊണ്ടിരുന്നു. കുറെ കുട ഇറ്റി പോയിട്ടാ കുടത്തിൽ വെള്ളം കൊടുത്തു വെച്ചിട്ടായിരുന്നു. ഇവിടെ വലിയ വയസ്സായ 50 ആൾക്കാരോട്, 50 വയസ്സൊക്കെ അയാളോട് ചോദിച്ചു നോക്കി, അതിന്റെ മുമ്പുള്ള അതിന്റെ മുകളിലുള്ളവരോട് ചോദിച്ചു നോക്കി, അവരൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് പടച്ചറപ്പ് എത്ര സുഖം നമുക്ക് നൽകി. വൈക്കോലിന്റെ പരയായിരുന്നു, ചിലർ കോടിട്ട പരയായിരുന്നു, അതൊക്കെ മാറി ടെറസിന്റെ പരയായി. അങ്ങനെ സൗകര്യങ്ങളൊക്കെ കൂടി. ഇതൊക്കെ നമ്മളൊക്കെ പുറത്ത് നല്ല ചൂടാണെങ്കിൽ AC ഇരുന്നിട്ടാണ് ക്ലാസ് കേൾക്കാതിരിക്കണത്. നിയമത്തുകളാണ് ഇതൊക്കെ. പടച്ചോൻ ഉമ്മല തുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം, എല്ലാ സുഖം ചോദിക്കും. അപ്പൊ നമ്മളെ മനസ്സിൽ വേണം, എനിക്കിപ്പോ എന്താ കിട്ടിയത്, എനിക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് മനസ്സിലാക്കരുത്. അപ്പുറത്തെ ആൾക്കാർക്ക് നോക്കിയിട്ടല്ല നമ്മൾ ചിന്തിക്കുക.
ഓക്കിപ്പോ 1,00,000 റുപ്യ മാസത്തിൽ ശമ്പളം ഉണ്ട്, ഇരിക്കെത്താൻ പഠിച്ചോൻ തന്നിക്കണേ. അയാളെ പെര കണ്ടോ, അപ്പുറത്തോളം പെര കണ്ടോ, എന്തോ ഓളെ പരീത്ത സൗകര്യങ്ങളൊക്കെ ഇന്റെ പേരെയോ ഒന്നുമില്ല, എപ്പോഴും തന്നെയുള്ളു. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഓരോരുത്തരെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് എനിക്കൊന്നുമില്ല അല്ല. റസൂലുള്ളാഹി പറഞ്ഞതെന്നറിയോ? മൻ അസ്ബഹ മിൻകും നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ നേരം പുലരുന്നത്, ആമിനൻ ഫീ സിർബിഹി അവന്റെ കുടുംബത്തിൽ അവൻ നിർഭയനായിട്ടാണ് നേരം പുലരുന്നത്. പലസ്തീനിലൊക്കെ ഒന്നായിട്ട് ബോംബ് വീഴുന്നുള്ള പേടിയോടുകൂടി കഴിഞ്ഞിരിക്കുക. കുട്ടികൾ പേടിക്കുന്നത് കണ്ടില്ല നിങ്ങള്. എന്നാൽ നമ്മക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല. ഒന്നും ആരും നമ്മളെ കൊല്ലാൻ വരുന്ന പേടിയില്ല, കള്ളന്മാര് വരുന്ന പേടിയുണ്ടാവും. അതല്ല ഇവിടെ പറഞ്ഞ ഉദ്ദേശം. മറിച്ച് മറ്റുള്ളവർ നമ്മളെ നശിപ്പിക്കാൻ വരുന്ന ഭയമൊന്നുമില്ലാതെ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അവൻ തന്റെ ശരീരത്തിൽ ആരോഗ്യത്തോടു കൂടി സൗഖ്യമുള്ളവനായി രോഗമില്ലാത്തവനായി ജീവിച്ചാൽ അപ്പോഴും നമ്മൾ ചിന്തിക്കും, എനിക്ക് മുട്ടുവേദന ഉണ്ടല്ലോ, ഇരിക്കാപ്പ പള്ളിക്കുള്ളിൽ തന്നെ ഇരിക്കുമ്പോ കാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കേണ്ടി വരികയാണ്, എത്ര ബുദ്ധിമുട്ടുണ്ടെന്നറിയോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും. ഞാൻ ഭാര്യ കണ്ടിട്ടൊന്നല്ലോ പറയുന്നത്, അത് അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും മുന്നോട്ട് പോകുന്നത് പറയാം. അങ്ങനെ ഉണ്ടാവും. അതേപോലെ തന്നെ തലവേദന, ഊരവേദന, അങ്ങനെ വേദന, അങ്ങനെ പല വേദനകളും എല്ലാവർക്കും ഉണ്ടാവും. അതൊന്നും ഒരു രോഗം വലിയ രോഗമൊന്നല്ല. ഇപ്പൊ ഉണ്ടായി കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണതാണ്, പോണതാണ്. നേരെ മറിച്ച് കിഡ്നിക്ക് തകരാറ്, ലിവർ ചുരുങ്ങി പോയിട്ടുണ്ട്, ലിവർ കേട് വന്നിട്ടുണ്ട്, അങ്ങനെ ഓരോന്നിന്റെ തലച്ചോറിൽ ട്യൂമറാണ്, അവിടെതാണ് ഇവിടെതാണ് ക്യാൻസറാണ്, അങ്ങനെ പലതും പറഞ്ഞു. ഇതൊക്കെ ഉണ്ടല്ലോ ദുനിയാവില്. നമ്മൾക്ക് എത്ര നൽകിക്കണേ. വീണ്ടും പറയാ, അവന്റെ അടുക്കൽ അന്നന്ന് തിന്നാനുള്ളത് അവനുണ്ടെങ്കിൽ, പട്ടിണി കിടക്കാതെ ജീവിക്കണമല്ലത് അവന് കിട്ടുന്നുണ്ടെങ്കിൽ, അവന് ദുനിയാവ് മുഴുവൻ കിട്ടിയവനെ പോലെയാണ്. അപ്പൊ നമ്മളിപ്പോ ആരാ? ദുനിയാവ് മുഴുവൻ കിട്ടിയ ആൾക്കാരാണ് നമ്മളെല്ലാരും. ഇനി ആലോചിച്ച് നോക്കി, ഇതിനെപ്പറ്റി പഠിച്ചോൻ ചോദിച്ചാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്ന് ആലോചിച്ചുകൊണ്ട് ധർമ്മം ചെയ്യുന്നവനാണ് ആര്? മുത്തഖി. ഇത് നമുക്ക് ഉണ്ടാകണ്ടോ? അതിനാ നമ്മൾ നോമ്പ് വലിക്കണത്. നോമ്പ് വെച്ച് കഴിഞ്ഞാലേ രാവിലെ പുലർച്ചെ സമയത്ത് അത്തായം കഴിക്കുമ്പോ അത് തന്നെ വ്യത്യാസമുണ്ട്. ഈ അത്തായം കഴിക്കുന്ന നേരത്ത് എങ്ങനെ കഴിക്കണം എന്നൊക്കെ നമുക്ക് നിർദ്ദേശങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എല്ലാ സൽക്കർമ്മങ്ങളുടെയും കൂലികൾ അല്ലാഹു നിശ്ചയിച്ചൊരു കണക്കുണ്ടെന്നാണ്. ആ കണക്കനുസരിച്ചാണ് ഉണ്ടാവുക. അതിന് പറഞ്ഞു, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, ഒരു നന്മക്ക് 10 ഇരട്ടി കൂലിയായിട്ടാണ് അല്ലാഹു കൊടുക്കുക. ചെലനെ ഇലാ 700 വരെ ഉണ്ട്. പക്ഷേ ഇല്ല സൗമ, നോമ്പൊഴികെ, നോമ്പിന് അങ്ങനെ ഒരു കൂലി അന്ന് നിശ്ചയിച്ചിട്ടില്ല. അതെന്താ? ഫഇന്നഹൂലി, അത് എനിക്കുള്ളതാണ്, അല്ലാഹുള്ളതാണ്. അന അജ്സി ബിഹി, അതിന് കൂലി ഞാനാണ് കൊടുക്കുക. പത്തായം കഴിക്കുമ്പോഴേ ഞങ്ങൾക്ക് പറയുമ്പോൾ ഇപ്പം മനസ്സിലാവും. ഒരാൾ 1 കിലോ അവല് ഇങ്ങോട്ട് വാങ്ങിക്കൊടുക്കാണ്, നല്ല നാടൻ അവല് കൊടുത്താണ് തിന്നിട്ട് 1 ഗ്ലാസ് വെള്ളം കുടിച്ച് സുബൈസ്കരിച്ചാണ് കടന്നുറങ്ങിയിട്ട് ഉച്ചക്കോ അസർക്കോ അല്ലെങ്കിൽ കൊണ്ടോ ഒക്കെ നീച്ചിട്ടാണ് എന്ത് ചെയ്യണത്? എനിക്കൊരു ക്ഷീണം അല്ലേ? ഒരു ക്ഷീണം ഉണ്ടാവൂല. അല്ലെങ്കിൽ കടന്നുറങ്ങിയപ്പോ 5 പൊറാട്ട തിന്നിക്കണേ. എപ്പോ അത്തായം കഴിച്ചത് 5 പൊറാട്ട തിന്ന് അത്തായം കഴിച്ചിട്ട് കടന്നുറങ്ങിയതാ സുബൈ കഴിഞ്ഞാണ്. അവിടെ ഉച്ചക്ക് നീച്ചിട്ട് പറയുകയാണെന്ത്? ഒരു ക്ഷീണം അല്ല, ഉണ്ടാവൂല, ഒരു ക്ഷീണം ഉണ്ടാവില്ല. കാരണം അത്രക്കാണ് അടിച്ചു കഴിച്ചതാ. അപ്പൊ എന്താ വെച്ചാൽ അതേമാതിരി എങ്ങനെ കണക്കല്ലേ? ഇങ്ങനെ ചെയ്ത് ദുരിതരമായ തെറ്റാണെന്ന് ഞാൻ ഇപ്പൊ പറയണല്ല. മറിച്ച് ഈ നോൽമ്പ് കാരണം അത്തായം കഴിക്കൽ സുന്നത്താണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു അത്തായം കഴിച്ചുകൊണ്ട് കിടന്ന ആളും അയാളെ നോൽമ്പും ഈ നോൽമ്പും തമ്മിൽ വ്യത്യാസല്ലേ ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെ നോമ്പുകാരൻ ഇങ്ങനെ മാത്രം ഒക്കെ ചെയ്യുന്നത് എന്തിനാ? അത്തായം കഴിക്കുമ്പോ ഞാൻ പടച്ചോന്റെ അടുത്ത് പ്രതിഫലം കിട്ടി എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ്, പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങിപ്പോണല്ലോ എന്നുള്ള ഉദ്ദേശപ്രകാരം ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ആ ഒരു നിയ്യത്ത് പ്രകാരമായിരിക്കണം നമ്മുടെ അത്തായം കഴിക്കുന്നതും ദിവസത്തിലെ എല്ലാ കർമ്മങ്ങളും. പറഞ്ഞോണ്ട് വന്നത്, നമ്മുടെ മനസ്സിൽ ഒരു കാര്യം നമ്മൾ കൊടുക്കുമ്പോ പടച്ച റബ്ബിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോണം എന്നുള്ള ഉദ്ദേശപ്രകാരമായിരിക്കണം നമ്മൾ ധർമ്മം ചെയ്യണം. ഈ റമദാൻ ധർമ്മത്തിന്റെ മാസമായിട്ട് മാറേണ്ട ഒന്നാണ്. നിങ്ങൾ കേട്ടില്ലേ റസൂലുള്ളാഹി പറഞ്ഞത്? സമാധാനത്തിൽ സ്വർഗത്തിൽ പോകണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ? സമാധാനത്തിൽ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള മാർഗം എന്താ? റസൂലുള്ളാഹി പറഞ്ഞ കാര്യം, മക്കത്ത് നിന്ന് മദീനത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ
ആദ്യമായിട്ട് പറഞ്ഞ ഒരു കാര്യം എല്ലാവരും ഇങ്ങോട്ട് ഒരുമിച്ച് കൂടിയെന്ന ആൾക്കാരൊക്കെ നബിനങ്ങോട്ട് പൊതിഞ്ഞു എന്നാണ് മദീനത്തൊക്കെ എത്തിയപ്പോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് പറഞ്ഞ സ്വഹാബി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ്. അന്നത്തെ കാര്യത്തിൽ എന്താ പറഞ്ഞതെന്ന് അറിയാം. ഒന്ന് പറയാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. പുണ്യായിട്ട് നമ്മൾ ഞാൻ പറയണതിന് വേണ്ടി ഈ റമദാനിനെ നമ്മൾ മുതലാക്കേണ്ടത് എങ്ങനെ അതിന് ഓരോ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞുതരാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. പിന്നെ വിളിച്ചത് എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചത്? ഞാൻ മനുഷ്യനാണ്, എന്നെ വിളിച്ചത്. അഫ്ശുസ്സലാം, ഒന്നാമത്തെ എന്താ? അഫ്ശുസ്സലാം, നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക. നമ്മൾ ഈ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കിക്കണേ? വെറുതെ സലാം അല്ലേ? അതല്ല, കൂലിട്ടാനാണ്. എന്താ അതിന്റെ പ്രത്യേകത? റസൂലുള്ളാഹി പറയാണ് എന്താ നിങ്ങള് ലൻ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾ വിശ്വാസികളാവാതെ സ്വർഗ്ഗത്തിലേക്ക് കടക്കൂല. വലൻ തുഅ്മിനൂ ഹത്താ തഹബ്ബു, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യില്ല? വിശ്വാസികളുമാകുകയില്ല. അവലാ അദുല്ലുകും ഇദാ ഫഅൽതുമൂഹു തഹബ്ബതും, ഞാനൊരു കാര്യം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം ഉണ്ടാകാൻ എന്താ കാട്ടണ്ടേ? അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ പ്രചരിപ്പിക്കുക. നോക്കിങ്ങൾ കൂടി സലാം പറയാം. അപ്പൊ ഈ റമദാനിലെ കാണുന്നവരോടൊക്കെ സലാം പറഞ്ഞ് പുഞ്ചിരിച്ചാൽ പുണ്യാണ്. പുഞ്ചിരിയോടുകൂടി നിങ്ങളുടെ സുഹൃത്തിനെ അഹാക്കാരോടെ മുസ്ലിം സഹോദരനെ ആ സഹോദരനെ അഭിമുഖീകരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ്? കൂലിയാണ്. പാപം പൊറുക്കാനുള്ള ഒരു കാര്യമാണ് സലാം പറയല്. സലാം പറഞ്ഞാൽ പാപം പൊറുക്കപ്പെടും, മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആരെങ്കിലും. അപ്പൊ അങ്ങനെ കൂക്കിങ്ങൾ. രണ്ടാമത് നബി എന്താ പറഞ്ഞത്? ഒന്ന് അഫ്ശുസ്സലാം, സലാം പറയുക. രണ്ട് പറഞ്ഞു നിങ്ങൾ ഭക്ഷണം നൽകുക. വിശ്വാസികളെ ഭക്ഷണം കൊടുത്താലാണ് നമുക്ക്, വീണ്ടും പറഞ്ഞ അവസാന ഹദീസിന്റെ അവസാനം സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാം. അപ്പൊ സമാധാനത്തോടു കൂടി സ്വർഗത്തിൽ കിടക്കാനുള്ള രണ്ടാമത്തെ കർമ്മം എന്താ? ഒന്ന് സലാം പറഞ്ഞേണ്ട ജീവിക്കുക. രണ്ടെന്താ? ഭക്ഷണം കൊടുക്കുക. ഏത് ദിവസത്തിൽ ഭക്ഷണം കൊടുത്താലും നമുക്ക് സ്വർഗത്തേക്ക് സമാധാനത്തിൽ കിടക്കാം. എന്നാൽ ഇപ്പൊ നമ്മൾ എവിടെയാ? റമദാൻ മാസത്തിലാ. ഈ റമദാൻ മാസത്തിൽ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അപ്പൊ എന്ത് ചെയ്യും? പ്രതിഫലങ്ങൾ വർദ്ധിച്ചു അല്ലേ? റമദാനിൽ കൂലി കൂടുതലേ ഉണ്ട്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഉംറത്തുൻ ഫീ റമദാൻ തഅദിലു ഹജ്ജ. റമദാൻ മാസത്തിലെ ഒരു ഉംറണ്ടല്ലോ, അത് ഹജ്ജിന് തുല്യമാണ്, കൂലി കൂടാണ്. അപ്പൊ നമ്മൾ പാവങ്ങളെ സഹായിക്കാൻ ഭക്ഷണം കൊടുക്കാണ്. റമദാനിൽ ഭക്ഷണം കൊടുക്കുക. എപ്പോഴാ കൊടുക്കണ്ടേ? റമദാനിലെ ഭക്ഷണം എപ്പോഴും കൊടുക്കാം. അപ്പൊ ഹദീസുകളിൽ കാണാം, നോമ്പുകാരനെ ആരെങ്കിലും തുറപ്പിച്ചാൽ, നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് എന്തിനാ നോമ്പ് ഉറപ്പിക്കണേ? ആ നോമ്പ് ഉറപ്പിക്കണേ എല്ലാ കൊല്ലം ഞങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്തെങ്കിലും കൊടുക്കുകയാണ്. കൊല്ലങ്ങളായിട്ട് ഇപ്പൊ എങ്ങനെയാ പോലെ തുറപ്പിക്കാക്ക അല്ല, അങ്ങനെയൊന്നും തുറപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ കൊല്ലം ഈ സാധനം നടത്തണമെന്നൊന്നും ഒരു വിധമില്ല. നമുക്ക് നമ്മുടെ പാപം പൊറുക്കണോ? നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു മാർഗമാണ് എന്ത്? നോമ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ള ആളുകളുടെ നോമ്പുകളുടെ പ്രതിഫലം നമുക്ക് കിട്ടും. അതിന്റെ അർത്ഥം ഞാൻ പോലെ നോമ്പ് തുറക്കാൻ പോണില്ല, കാരണം എന്റെ ഊരിൽ ഞാൻ ഒലിക്കൊടുക്കാൻ പോണില്ല. നമ്മളെ ഇന്നത്തെ കാലത്ത് കുറെ വിദ്വാന്മാരുണ്ടാവും അങ്ങനെ. അതതിന്റെ അർത്ഥമല്ല. നമ്മൾ അവിടെ പോയി നോമ്പ് പറഞ്ഞാലും നമ്മളെ കൂലിയൊന്നും നഷ്ടപ്പെടൂല എന്നാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നമ്മൾ നോമ്പ് നോറ്റ കൂലി അവർക്ക് കിട്ടും. വിശ്വാസികളെ, നമ്മൾക്ക് എത്രങ്ങാനും കൂലിയാ കിട്ടുക ഇപ്പോ നോമ്പ് തുറണ്ടാക്കിയാല്. പണ്ഡിതന്മാർ പറയുന്നത് എന്താ? ഇത് നോമ്പ് തുറക്കുന്നതിന് മാത്രമല്ല, എന്ന് നബി പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ നോമ്പുകാരനുള്ള ഭക്ഷണം കൊടുത്താലൊക്കെ കിട്ടും. അത്തായം കഴിക്കാനുള്ള ഭക്ഷണം കൊടുത്താൽ, അല്ലെങ്കിൽ തറാവി കഴിഞ്ഞതിന് ശേഷം പിന്നെ എപ്പോഴും കഴിക്കണ്ടെങ്കിൽ അതൊക്കെ തിന്നാനാണെങ്കിലും കൊടുത്താൽ അതിനൊക്കെ കൂലി. നോമ്പി റമദാൻ മാസത്തിൽ നിങ്ങൾ ഭക്ഷണ സാധനം കൊടുത്തോ, അതിന്റെ ഒക്കെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. നോമ്പ് വച്ചതിന്റെ കൂലി കിട്ടുന്ന വണ്ടിയന്മാര് പറയണത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റമദാൻ മാസത്തിൽ കൂലി കൂട്ടാൻ നമ്മുടെ മനസ്സിൽ നിന്ന്
കറകളില്ലാതായി പാപം മുറുക്കപ്പെട്ട ഒരു തഖ്വയുള്ള മനുഷ്യനാവാൻ അതിന് തഖ്വ നമ്മളെ കൊടുക്കുള്ളൂ ഞാൻ പറഞ്ഞേ. അപ്പൊ ആ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുക. അതുകൊണ്ട് കൊടുക്കുമ്പോ എങ്ങനെ കൊടുക്കണം? ഞാൻ പറഞ്ഞു, അള്ളാഹിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോണല്ലോ എന്നുള്ള പേടി. അത് മാത്രമല്ലല്ലോ, വേറെ സ്ഥലത്ത് പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണ ആയത്ത് മാത്രം. ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് എന്തിനു വേണ്ടിയാണോ? ഞങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ട് പത്രത്തിൽ കൊടുക്കാണ്ട് അതിന് വേണ്ടിങ്ങാണ്ടാണ് ആണോ? അല്ല. ഇനി നമ്മളെ കർമ്മങ്ങളൊക്കെ എന്തിനാ? പൊട്ടത്തിയാളായ പെണ്ണുങ്ങളും ആണുങ്ങളുമാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളത്. എന്താ നിങ്ങൾ ഒരു കല്യാണം നിശ്ചയിച്ചാൽ തന്നെ എന്താണുള്ളത്? ഫോട്ടോ എടുക്കാനായിട്ട് നടക്കുക, പല പേരും പറഞ്ഞൊക്കെ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് സ്റ്റാറ്റസ്. എന്തിനാണ് ഇതൊക്കെ നടത്തുന്നത്? സ്റ്റാറ്റസ് വെക്കാനാണ്. ഇങ്ങനെയാണ് നമ്മളെ അവസ്ഥ. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളെ കർമ്മങ്ങളൊക്കെ എന്തിനു വേണ്ടിയായിരിക്കണം? പാപം പൊറുക്കപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കണം. അതിലേക്കായിട്ടാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാൾക്ക് തിന്നാൻ കൊടുക്കണ്ടെങ്കിൽ തന്നെ പത്രത്തിൽ വരാനും ഫോട്ടോ എടുക്കാനല്ല, മറിച്ച് അവരിൽ നിന്ന് കണ്ടിട്ടെന്താ ഒരു നന്മ, ഒരു നന്ദി പോലും ഒരു കാണിക്കും. ഇന്നാൾ ഞാൻ 500 രൂപ കൊടുത്തതാ, ഇവർ കണ്ടിട്ടൊന്ന് സലാം പോലും ഓൾ പറഞ്ഞില്ലല്ലോ. അങ്ങനെ ചിന്തകൾ മനസ്സിൽ ഉണ്ടാകാനേ പാടില്ല. ോടുള്ള ഇഷ്ടം നമുക്കെന്താ വേണം? നമുക്കെന്താ തിന്നാനുള്ള ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഇഷ്ടമുള്ള സമയത്ത് തന്നെ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് തിന്നാൻ കൊടുക്കുകയാണ്. എങ്ങനെയാണ് കൊടുക്കുന്നത്? മിസ്കീന, പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു. യതീമുകൾ കൊടുക്കുന്നുണ്ട്. ബന്ധനത്തിൽ കഴിയുന്ന ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയൊക്കെ കൊടുത്താൽ എന്താണ് അങ്ങനെ പറയാം. ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്. അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചത് കൊണ്ടാണ്. നിങ്ങളുടെ അടുക്കൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതിഫലമോ നന്ദി വാക്കുകളോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അപ്പൊ എന്താണ് ഇവിടെ ആഗ്രഹിക്കുന്നത്? മുഖങ്ങൾ ചുളിഞ്ഞു പോകുന്ന ദുർഘടമായ ഒരു ദിവസത്തെ ഞങ്ങൾ പേടിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഭക്ഷണം കൊടുക്കുന്നത്. വിശ്വാസികളെ, നമ്മൾ തിന്നാൻ കൊടുക്കണ്ടെങ്കിൽ അപ്പുറത്തെ പെരീക്ക് കുറച്ച് പത്തിരിയേറെ ഉണ്ടാക്കി കൊടുത്താലും ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും ഒക്കെ എന്താ ഇതിപ്പോ തൊക്കപ്പാട് നമുക്ക് തികയില്ലല്ലോ, ഏറെയാണല്ലോ എന്ന് വിചാരിച്ച് കൊടുക്കുക എന്നല്ല, മറിച്ച് എന്താ ഉള്ളത്? വിവചില്ല, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് കൊടുക്കാനാണ്. അള്ളാഹിന്റെ അടുത്ത് നിന്നുള്ള കൂലി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കലാണ് യഥാർത്ഥത്തിൽ തെക്കുവുള്ള ആളെ രക്ഷ. മറ്റതോ തെക്കുവല്ലാത്തവന് മുനാഫിക്കീങ്ങളൊക്കെ കൊടുക്കും. മുനാഫിക്കീങ്ങൾ ധർമ്മം ചെയ്യുന്നതാണ്. മുസ്ലിങ്ങളായ ആൾക്കാർക്ക് മുനാഫിക്കീങ്ങൾ പറഞ്ഞാൽ ഓർക്ക് ഇതിന് വിശ്വാസം ഉണ്ടായിട്ടല്ല കൊടുക്കുക. വഹും കാരിഹൂന വലായും ഫിഖൂന ഇല്ലാ വഹും കാരിഹൂന പറയണം. അവർ ധർമ്മം ചെയ്യുകയില്ല, അവരെങ്ങനെ ആയിട്ടല്ലാതെ കാരിഹൂന വെറുത്തുകൊണ്ടല്ലാതെ, അതായത് കൊടുക്കണോടത്ത് മനസ്സിഷ്ടല്ലാതെ കൊടുക്കുക. അപ്പോ നമ്മൾ ധർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മളെ മനസ്സിലെങ്ങാനും ഒരു അനിഷ്ടത്തോട് കൂടിയിട്ടാണോ നമ്മൾ കൊടുക്കണതെങ്കിൽ നമ്മൾ പേടിച്ചോളി. നമ്മൾ അങ്ങനെയല്ലേ കൊടുക്കണ്ടേ? നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണ്? അള്ളാന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോണല്ലോ എന്നുള്ള ഭയത്തോടു കൂടി കൊടുത്താൽ അതാണ് നമ്മുടെ റമദാനിൽ നമ്മൾ നേടിയെടുക്കുന്ന ആ സൂക്ഷ്മത നമുക്ക് കിട്ടി എന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ അവിടെ അവസാനിപ്പിക്കാൻ, ധർമ്മം ചെയ്യലാണ് മുത്തഖീങ്ങളുടെ സ്വഭാവം. രണ്ടാമത്തെ എന്താ? അവർ ദേഷ്യത്തെ അടക്കിപ്പിടിക്കുന്നവരാണ്. റമദാനിൽ നോമ്പ് വെക്കുന്നത് എന്തിനാണ്? തെക്കുവ ഉണ്ടാകാനാ പറഞ്ഞേ. ഈ തെക്കുവ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നോമ്പ് നോറ്റ ആള് ദേഷ്യപ്പെടാതിരിക്കണം എന്നാണ് റസൂൽ പറഞ്ഞില്ലേ. അസ്സിയാമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ്. പരിച എന്ന് പറഞ്ഞാൽ വാളുകൊണ്ടുള്ള വെട്ട് നടക്കാനുള്ള സാധനത്തിനാ പരിചാരം. നമ്മളെ ജീവിതത്തിലേക്ക് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരുന്നതിനെ തടുക്കാനുള്ളതാണ് നോൽമ്പ്. അതിനു വേണ്ടി ആയിരിക്കണം നോൽമ്പ്.
അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാനുള്ള ഒരു പരിചയമായിട്ട് നമ്മളെ നോമ്പ് മാറണം ഉണ്ടാവും. നമ്മളെന്താ പറയാ, നെയ്യത്താണ് മാറുന്ന ആദ്യം തന്നെ. റമദാൻ കഴിഞ്ഞിട്ട് മതി ഈ സിനിമ കാണലൊക്കെ, റമദാൻ കഴിഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്, റമദാൻ കഴിഞ്ഞിട്ടൊക്കെ റമദാൻ കഴിഞ്ഞിട്ടേ. ഇപ്പൊ തെറ്റൊന്നും നന്നാകാൻ വേണ്ടിയിട്ടല്ല, മറിച്ചെന്താ റമദാൻ കഴിഞ്ഞ് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ചിന്തിച്ചോളൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യങ്ങളും നിയ്യത്ത് പെടുന്ന ഞാൻ മാറാൻ വേണ്ടിയിട്ട്, സ്വഭാവം നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോമ്പ് വെക്കുന്നത്. അതിൽ ഒന്നാമത്തെ. രണ്ടാമത്തെ കാദിമീനൽ ഗൈബ്. നബി പറഞ്ഞു, വൈദാ കാന യൗമു സൗമി അഹദികും, നിങ്ങളിൽ ഒരാൾ നോമ്പ് നോൽക്കുന്ന ദിവസമായാൽ വലാ യർഫുസ്, അവൻ ലൈംഗിക ചുവയുള്ള സംസാരം സംസാരിക്കരുത്. വലാ യസ്ഹബ്, അവൻ ഉച്ചത്തിൽ അലർച്ചയോടുകൂടി സംസാരിക്കരുത്. ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ പാടില്ല. അപ്പൊ നോമ്പ് നോറ്റാൽ ദേഷ്യപ്പെട്ടുകൊണ്ടുള്ള സംസാരം പാടില്ല എന്നാണ്. പക്ഷെ അള്ളാഹ് എന്ന് പറഞ്ഞാൽ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതം പഠിച്ചോ നമുക്ക് നൽകിക്കണേ. റമദാൻ മാസത്ത് കുട്ടിയാള് കച്ചറ ഉണ്ടാക്കും. എന്തിനു വേണ്ടി? ദേഷ്യപ്പെട്ടുണ്ടോന്ന് നമ്മൾ നോക്കാൻ പഠിച്ചോ നോക്കിയതാ. അങ്ങനെ കുറെ കാര്യം. ഈ ബിസിനസ്സിലും കച്ചവടത്തിലും ഇറങ്ങിയ ആൾക്കാരാണെങ്കിൽ അവിടെ അതിനൊക്കെ അല്ലേ. സ്കൂൾ ടീച്ചർമാരാണെങ്കിൽ ടീച്ചർമാരാണെങ്കിൽ അവിടെ സ്കൂളിൽ ഒറ്റട്ടുകാണ്ട് ദേഷ്യപ്പെട്ട് പറയാൻ വേണ്ടിയുള്ള ഒരുപാട് രംഗം പഠിച്ചോ അവിടെ ഉണ്ടാക്കും. ഇങ്ങനെ ഏത് മേഖലയിലാണോ ആ മേഖലയിലൊക്കെ പഠിച്ചോ വന്നിട്ടാക്കും നമ്മളെ പരീക്ഷ. അപ്പോൾ നമ്മളാ ചിന്തിക്കേണ്ടത്, ഞാൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ചെയ്യാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, എന്റെ നോമ്പ് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ നോമ്പിന്റെ തഖ്വ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി അടുത്ത നിങ്ങൾ അടുത്ത എന്താണ്? കാദിമീനൽ ഗൈബ്. ദേഷ്യം നമ്മൾ അങ്ങനെ എപ്പോഴും നിയന്ത്രിക്കാൻ അല്ലേ. പലപ്പോഴും ഞാൻ നോമ്പ ആ ചിന്ത എങ്ങനെ വെച്ചാൽ അങ്ങനെ. അപ്പൊ നല്ല മനുഷ്യനായി. അടുത്തെന്താ? ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവരാണ് തഖ്വയുള്ളവര്. നോമ്പ് നോറ്റാൽ ആളുകൾക്ക് മാപ്പ് കൊടുക്കുന്ന ആളായിട്ട് ശീലിപ്പിക്കുകയാണ് റമദാനില്. നബി എന്താ പറഞ്ഞത്? നോമ്പ് നോറ്റാൽ അവനാരെങ്കിലും ചീത്ത വിളിച്ചാൽ, രണ്ടൊരു അർത്ഥം. ചീത്ത പറയാ, നമ്മൾ ആരെങ്കിലൊക്കെ കുറ്റം പറഞ്ഞ് കുറേ എന്തൊക്കെയോ പറഞ്ഞ്, അല്ലെങ്കിൽ അവനെ അടിച്ചു, നേരിട്ടു എന്നാണ് അർത്ഥം. കാത്തലാറ വൈദ്യർക്ക നമ്മൾ അടിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്താ നബി പറഞ്ഞാൽ നിങ്ങള് നമ്മൾ മനസ്സിലാക്കി കൊടുത്തൊക്കെ വേർപെട്ടിട്ടോ. എന്താ? അവൻ പറയട്ടെ, ഇന്നി ഇംറുഉൻ സായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. നോമ്പുകാരനായാൽ പ്രതിക്രിയകളൊന്നും ചെയ്യാൻ പറ്റൂല. മനസ്സിലായോ? നോമ്പുകാരൻ തെക്കുവണ്ടാകാനുള്ള ആളാണ്. അതുകൊണ്ട് തെക്കുവള്ള എനിക്ക് എന്തില്ല, പ്രതിക്രിയയില്ല. അത് പ്രതിക്രിയാണ്. ഇന്ന ചീത്ത പറഞ്ഞെങ്കിലും അതേപോലെ ചീത്ത വാക്കുകൾ എനിക്ക് പറയാൻ പറ്റൂല. അതാണ്. നീ എന്നെ തല്ലിക്കണമെങ്കിലും തിരിച്ചെന്നെ തല്ലാൻ എനിക്ക് പറ്റൂല, കാരണം ഞാൻ നോമ്പുകാരനാണ്. നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയല്ല. നമ്മളെങ്ങനെ മനസ്സിലാക്കി? ഇന്നി ഇംറുഉൻ സായിമുൻ, ഞാൻ നോമ്പുകാരനാണ്, മാരിപടാകട്ടെ, ഇതിനൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ എന്നിട്ട് നമ്മളെ കൈമണായി കഴിഞ്ഞാൽ ചീത്ത അവനെ പറ്റി പറഞ്ഞവനെ പറ്റി 4 വിളിച്ചിട്ട് അങ്ങോട്ട് പറയാം ചില ആൾക്കാർ. ഇനി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റു മാർഗങ്ങളാണെങ്കിൽ അതൊക്കെ സ്വീകരിക്കും. അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ മാപ്പ് കൊടുത്ത് ശീലിപ്പിക്കുകയാണ് നബി പറഞ്ഞത്. നോമ്പ് നോറ്റിട്ട് നമ്മളെ കുറ്റം പറഞ്ഞവരും മനസ്സ് വേദനിപ്പിച്ചവർക്കും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? മാപ്പ് കൊടുക്കണം. ഇനി നിങ്ങൾ ആലോചിക്കും, കഴിഞ്ഞ കൊല്ലം നിങ്ങൾ നോമ്പ് വെച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞ കൊല്ലം നോമ്പ് വെച്ചിട്ട് ഈ സ്വഭാവമൊക്കെ നമ്മളിൽ ഉണ്ടായിക്കണോ? മാപ്പ് കൊടുക്കണ സ്വഭാവം ഉണ്ടായിക്കണോ? അതെപ്പോഴും നമ്മളെപ്പോഴും നാത്തൂനോട് തെറ്റിങ്ങാണ്ടാ നിൽക്കുന്നത്, അമ്മായിമാനോട് കച്ചറിയിലാണ്, മരുവളോട് മനസ്സിൽ ഇഷ്ടമല്ലാതെയാണ്, അങ്ങനെ അയൽവക്കക്കാരോടും പ്രശ്നത്തിലാണ്, അല്ലെങ്കിൽ കുടുംബത്തിലെ പലരോടൊക്കെ പ്രശ്നത്തിലാണ്. ഇങ്ങനെയാണോ നമ്മൾ? എങ്കിൽ നമ്മൾ എന്ത് നോമ്പ് വെച്ചിട്ട് എന്ത് കാര്യമുള്ളത്? തഖ്വ നേടിയെടുത്തിട്ടില്ല എന്നല്ലേ. പിന്നെ ഈ പട്ടിണി കിടക്കുന്നതോട് കാര്യമില്ല. പട്ടിണി കിടക്കുന്നത് കൊണ്ട് മാറ്റം ഉണ്ടാകാനാ, തഖ്വ ഉണ്ടാകാനാ. നിങ്ങൾ ആലോചിക്കുന്നതൊക്കെ പരീക്ഷണല്ലേ. ഈ പരീക്ഷണ ലോകത്ത് നമ്മളടുത്തൊക്കെ പലരെയൊക്കെ നമുക്ക് തെറ്റേണ്ടി വരും. തെറ്റിയ നന്നാക്കുക എന്നുള്ളത്, മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ് പഠിച്ചോ നോക്കണേ. നമുക്ക് ചരിത്രത്തിൽ ഇത് നല്ലൊരു പാടല്ലേ. അപ്പൊ നമുക്കറിയാലോ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്രം നമുക്കൊക്കെ അറിയണമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ആയിഷ ബീവി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. അങ്ങനെ ബനൂ മുസ്തലഖ് യുദ്ധം നിങ്ങൾക്കൊക്കെ അറിയുന്ന ചരിത്രമാണ്. പക്ഷെ എന്നാലും നിങ്ങളൊക്കെ ഓർക്കാൻ വേണ്ടി പറയാം. ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ ആയിഷ ബീവി എന്ത് ചെയ്തു? മറക്കി ഇരിക്കാൻ പോയി. അത് അങ്ങനെ തന്നെ പറയണം, മറക്കി ഇരിക്കാം. ടോയ്ലറ്റ് പോയി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല.
കുട്ടികൾക്ക് ഇന്ന് ടോയ്ലറ്റ് പോയി എന്നാ പറയുന്നത്. ഓരോ മനസ്സിൽ ടോയ്ലറ്റ് പറഞ്ഞ പേരന്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു സാധനങ്ങൾ മറക്കി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് പോലെയല്ല. കാണാത്ത അത്രയും ദൂരത്ത് പോയിട്ട് ആരും കാണില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവിടെ പോയി ഇരുന്നിട്ടേ അവനവന്റെ ആവശ്യം നിർവഹിക്കുന്നതിനെ എന്താ പറയാ മറക്കിയിരിക്കുകയാണ്. അങ്ങനെ അതിന് പോയി ആയിഷ ഒരു സ്ഥലത്ത് അവർ നടന്നു പോയിട്ടാണ്. അങ്ങനെ ആവശ്യമൊക്കെ കഴിഞ്ഞ ആയിഷ ബീവി തിരിച്ചും വരുന്ന സഹാബിമാര് കണ്ടുകണി. പക്ഷെ ആയിഷ ബീവി ഇവിടെ എത്തിങ്ങാണ്ട് ഇങ്ങനെ തപ്പി നോക്കുമ്പോ മാല കാണാനല്ല. പഠിച്ചോനെ പെണ്ണുങ്ങക്കെങ്ങാനും മാല പോയാല അത് കടം വാങ്ങിയ മാലയായിരുന്നു എന്നാണ്. ആയിഷ ബീവി വേറെ ആളത് വായ്പ വാങ്ങിയിട്ട് അവരിതിന് പോകുമ്പത്തെ ഈ പണ്ടത്തെ സ്വഭാവം എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്ക് കുറ്റൊന്നുമില്ല, നിങ്ങൾക്ക് അങ്ങനെ ആയത്തും പഠിപ്പിച്ച ഒരാളെങ്കിൽ ഖുർആനിൽ നിങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണോ, ആഭരണങ്ങളാൽ വളർത്തപ്പെടുന്നവർ എന്നാണ്. ആഭരണങ്ങളാൽ വളർത്തപ്പെടുന്നവൾ എന്നാണ് പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആയിഷാ ബീവിന്റെ മാല പോയപ്പോ ആയിഷാ ബീവി അത് തെരഞ്ഞുപോയി. അവസാനം മാല തെരഞ്ഞ് എന്ത് ചെയ്തു, കുറെ നേരായി. അവസാനം മാലൊക്കെ തെരഞ്ഞു കിട്ടി. മാല തെരഞ്ഞു നോക്കി കിട്ടി. അപ്പൊ മാല കിട്ടി എന്നുള്ള സന്തോഷം അവിടെ ഉണ്ട്. അപ്പൊ എന്താ ഉള്ളത്, ഇവിടെ എല്ലാ ആളുകളും ചെയ്യുന്നുണ്ട്, ഇതിലൊക്കെ പോയതാണ്. അപ്പൊ ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി എന്ത് ചെയ്യണത്, അവിടെ ഇരിക്കണത്. അപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സഫ്വാൻ ഇബ്നു മുഅത്തൽ എന്ന് പറയുന്ന ഒരു സ്വഹാബി, ആ സ്വഹാബിയും ഇതേപോലെ യാത്ര ചെയ്ത് വരുന്നുണ്ട്. അദ്ദേഹം കുറെ പിറകിലായിട്ട് വരാൻ വേണ്ടി നബി പറഞ്ഞതാണ്. അപ്പോ ഇവരിങ്ങനെ ഇവിടെ എത്തി. ആയിഷ ബീവി എന്ത് ചെയ്യാണ്, സാധനം തെരഞ്ഞു നോക്കി പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് അവിടെ തന്നെ ഇരിക്കാണ്. പക്ഷെ അപ്പോഴേക്ക് ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പോയി. യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ആയിഷ ബീവി ഒറ്റക്ക ആ ഒരു അവിടെ മരണ്ടായി, ആ മരത്തിന്റെ ചോട്ടിൽ അവിടെ ഇരുന്നു. ഇന്നെ തെരഞ്ഞ ആരെങ്കിലും വരും, അവിടെ ഇരുന്നു. ആ സമയത്താണ് സഫ്വാൻ ഇബ്നു മുഅത്തലിനെ നബി അവസാനം വരാൻ പറഞ്ഞിട്ടുള്ള ആളുകൾ വേറെന്തോ കാര്യത്തിന് പറഞ്ഞേച്ചാൽ നേരം വയ്യ അയാൾ വരണം. അപ്പൊ അയാൾ കാണാണ് എന്ത്, ഈ സന്ദർഭം മനസ്സിലാക്കി തരാൻ വേണ്ടിയാ പറഞ്ഞു. അയാൾക്ക് കാണാണ് ആയിഷ ബീവിയാണല്ലോ ഇരിക്കുന്നത്. അദ്ദേഹം ഉടനെ ഒരു മുസീബത്താണല്ലത്. ആ മുസീബത്ത് ബാധിച്ചുകൊണ്ട് ഉടനെ ഇന്നാലില്ല വൈന്നായിലേക്ക് റാജിയോട് ഉറക്കനെ പറഞ്ഞു. ഉറങ്ങിയ കേട്ടുകാണ്ട് ആയിഷ ബീവി എന്ത് ചെയ്തു, വളർന്നു. ആയിഷ ബീവി എന്ത് ചെയ്തു, മുഖം മുഖം മറക്കൽ നിർബന്ധമായിരുന്നു നബിന്റെ ഭാര്യമാർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഉടനെ മുഖം മറച്ചു. പിന്നെ ഒന്നും സംസാരിച്ചിട്ടില്ല. ആയിഷ ബീവി ഒട്ടകപ്പുറത്ത് കയറി, അയാളവിടെ ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങി, അല്ല കയറ്റിക്കൊന്നും വേണ്ട, അവരെന്നെ കയറി പിന്നെ നടന്നു പോവാണ്. ഇങ്ങനെ പോണ ഈ രംഗത്തെ കുറിച്ച് പിന്നീട് ആളുകൾ പറഞ്ഞുണ്ടാക്കിയ ആയിഷ ബീവി വ്യഭിചാരിയാണ്, ആയിഷ ബീവി വ്യഭിചാരിയാണ്, തോന്നിയാസിയാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ എങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ആലോചിച്ചു നിങ്ങൾ, അങ്ങനെ ആളുകളെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്, വ്യഭിചാരിയാണ്. അപ്പോ അക്കൂട്ടത്തിൽ ബദർ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള മിസ്തഹ് എന്ന് പറഞ്ഞ ഒരു സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹവും ഇത് ഏറ്റു പറഞ്ഞു, ഇങ്ങനെ വ്യഭിചാരിയാണ് ആയിഷ ബീവി എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു. അവസാനം എന്താ സംഭവിച്ചത്, വ്യഭിചാരിയാണെന്ന് പറഞ്ഞു. അപ്പോ സ്വന്തം മകളെ കുറിച്ച് വേണ്ടാത്തരം പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ഇനി ഞാൻ ഒന്നും കൊടുക്കൂല. മിസ്തഹിന്റെ വീട്ടിലുള്ള ചെലവൊക്കെ കൊടുത്തിരുന്നത് അബൂബക്കർ റളിയല്ലാഹു, പാവപ്പെട്ട ആളെ കൊടുത്തതാണ് അബൂബക്കർ റളിയല്ലാഹു. അപ്പൊ അബൂബക്കർ റളിയല്ലാഹുവിന്റെ മോളെ പറ്റി ഇങ്ങനത്തെ തോന്നിയാസം പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു പറയാ, ഇനി ഞാൻ ഓനക്ക് തിന്നാനൊന്നും കൊടുക്കൂല. നമ്മളൊക്കെ പറയില്ലേ, നമ്മളെ മനസ്സ് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി ആരെങ്കിലൊക്കെ ചെയ്താൽ ഇനി ഞാൻ ഓണേക്ക് ഒരു ബന്ധമില്ല എന്ന് പറയുന്ന മാതിരി അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞാൽ അതിൽ ഖുർആനായത്താണ് ഇറങ്ങി. എന്താ ആയത്ത്, ഖുർആനായത്തിലുള്ള എന്താ, വലാ യഅ്തലി ഉലിൽ ഫദ്ലി മിൻകും വസ്സഅ അൻ യുതു ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. വലാ യഅ്തലി ഉലിൽ ഫദ്ലി മിൻകും, ശ്രേഷ്ഠരായ ആളുകൾ അവർ ശപഥം ചെയ്യരുത്, സത്യം ചെയ്യരുത്. വസ്സഅ, കഴിവുള്ളവരും സത്യം ചെയ്യരുത്. അൻ യുതു ഉലിൽ ഖുർബാ,
കുടുംബക്കാർക്ക് ഇനി കൊടുക്കൂല, പാവപ്പെട്ടവർക്ക് കൊടുക്കൂല, മുഹാജിരികൾക്ക് കൊടുക്കൂല എന്നൊന്നും പറയരുതേ. പിന്നെന്താ ചെയ്യേണ്ടത്? വല്യഅഫൂ വല്യസ്ഫഊ, നിങ്ങൾ മാപ്പാക്കി കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് നമ്മളെ മനസ്സിന് വേദന ഉണ്ടാക്കിയ ആളുകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യാ? മാപ്പ് കൊടുക്കുക. എന്നാലോ മാപ്പ് കൊടുത്താൽ എന്താ? നമ്മളെ തച്ചവന് മാപ്പ് കൊടുത്താൽ എന്താ? റസൂൽ പറയാണ്, ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. എന്താണത്? അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അപ്പൊ നമ്മളെ ഉപദ്രവിച്ച ആളുകൾക്ക്, മനസ്സ് വേദനിച്ച ആളുകൾക്കൊക്കെ നമ്മളെ മാപ്പ് കൊടുത്താൽ അല്ലാഹു നമ്മളെ എന്ത് വെറുക്കും? നമ്മളെ പാപങ്ങൾ പുറത്തു തരും. അപ്പോ ഞാൻ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളും പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? കർമ്മങ്ങൾ, ഇത്തരം പഠിപ്പിച്ച കർമ്മങ്ങളിലേക്കൊക്കെ ധൃതിപ്പെടുക. പിന്നെ പറയുന്നത് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീന, അല്ലാഹു നന്മ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് നന്മയായ എല്ലാ പുണ്യങ്ങളിലേക്കും നമ്മൾ ധൃതിപ്പെട്ടുകൊണ്ട് സാവകാശം കാണിക്കാതെ വരിക എന്നാണ് നമുക്ക് ചെയ്യാറ്. ഇനി നോക്കിങ്ങള് ഈ റമദാനിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ഞാൻ പറഞ്ഞു സമാധാനത്തോടു കൂടി സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അതിന്റെ കാര്യങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു അഫ്ശു സലാം, സലാം പറയാന്നുള്ളത്. രണ്ടാമത്തേതായിരുന്നു അത്ഇമു ത്വആം, ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. മൂന്നാമത്തെ എന്തായാലും വസിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ പുലർത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കുടുംബങ്ങളേക്കൊക്കെ നല്ല ബന്ധങ്ങൾ പുലർത്തുക എന്നുള്ളത് പാപങ്ങൾ പൊറുക്കപ്പെടും. അടുത്തെന്താണ്? ജനങ്ങളൊക്കെ കടന്നിറങ്ങുന്ന സമയത്ത് നിങ്ങൾ നമസ്കരിക്കുക, രാത്രിയിൽ നിങ്ങൾ നമസ്കരിക്കുക ജനങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത്. എങ്കിൽ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി കിടക്കാം. എന്താ പറഞ്ഞത്? കുടുംബബന്ധം പുലർത്തുക പറഞ്ഞു. പിന്നെ കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? രാത്രികളിൽ നിസ്കരിക്കുക, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം. നമ്മളിപ്പോ ഈ തറാവീനൊക്കെ പോകുന്നുണ്ട്, ചില ആൾക്കാർ തറാവീൻ പോകാത്തതുണ്ടാവും. എന്തായിരുന്നാലും ശരി, രാത്രികളിലെ നിസ്കാരം എന്ന് പറഞ്ഞാലേ അതിനൊരു കൂലിണ്ട് എന്നല്ല ഇവിടെ പറഞ്ഞ. ജനങ്ങൾ ഉറങ്ങുന്ന എന്ത് ചെയ്യേണ്ടത്? നമ്മളെ നിസ്കരിക്കേണ്ടത്. ഇപ്പൊ നമ്മളിവിടെ ഉദ്ദേശിച്ചത് എന്താന്നോ? തറാവീന്റെ കാര്യത്തിൽ നമ്മളെ കുറഞ്ഞാൽ നിസ്കരിക്കുക, അതല്ല അവിടെ ഉദ്ദേശിച്ചത്. മുസ്ലിമീങ്ങളെ കുറിച്ചല്ല, അല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, ഓരോ ഉറങ്ങണ നേരത്തെ നമ്മൾ നിസ്കരിക്കുകയാണെന്നല്ല. അതിൽ ഏറ്റവും പ്രഗത്ഭമായ സമയത പുലർച്ച സമയത്താണ്. കാരണം അതാണ് മുത്തഖീങ്ങളെ സ്വഭാവം പറഞ്ഞത്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ ആഖിരീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ. അവർ രാത്രികളിൽ കുറച്ച് മാത്രമേ മുമ്പ് അവർ നന്മ ചെയ്യുന്നവരായിരുന്നു എന്നിട്ട് പറഞ്ഞവരാ. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രി അല്പസമയം മാത്രമേ അവർ ഉറങ്ങിക്കിടക്കുകയുള്ളൂ. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊക്കെ സ്വർഗത്തിൽ പോകും. എന്തുകൊണ്ടാ കാരണം? നമ്മൾ രാത്രി കുറച്ച് എന്തിനുള്ളൂ, ഉറങ്ങലുള്ളൂ. ബാക്കിയുള്ള നേരൊക്കെ നമ്മൾ മൊബൈൽ മേലായിരിക്കാം. നമ്മളെ പറ്റി തന്നെയല്ലേ പായത്തുള്ളത്, ഉറപ്പാണ്. അവർ കുറച്ച് മാത്രമേ ഉറങ്ങിക്കിടക്കുള്ളൂ. ഇതല്ല കേട്ടോ ഉദ്ദേശം. ഉറങ്ങണത് ആദ്യം, ഉണരുന്നത് അവസാനം. പുലർച്ച സമയത്ത് അവർ അല്ലാഹുവിനോട് പൊറുക്കൽ തേടും. പുലർച്ച സമയത്ത് ആലോചിക്കുന്നവരെല്ലാരും രാത്രികളിൽ എഴുന്നേറ്റിട്ട് അല്ലാഹുവിനോട് പൊറുക്കൽ തേടിക്കൊണ്ടിരിക്കുക, നിസ്കാരിക്കുക, അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക. എന്തായി മനസ്സിലാക്കിയത്? നമ്മള് മുജാഹിദീങ്ങൾ വളരെ മോശമായി മാറിയിട്ടുണ്ട്. എന്താ നിങ്ങള്? നന്മകളൊക്കെ നമ്മളെ ഒഴിവാക്കുകയാണ്. ഒന്ന് പ്രാർത്ഥന, നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് കൂലി കിട്ടുന്ന കാര്യമാണ്. നിസ്കരിക്കണമായിരുന്ന കൂലി, സ്വതക്ക കൊടുക്കണ കൂലി. എന്തിന്? പഠിച്ചോനെ എന്റെ കാര്യം ശരിയാക്കി തരണേ, പഠിച്ചോനെ എന്റെ കാര്യം ശരിയാക്കി തരണേ ചോദിച്ചാൽ കൂലി ഇങ്ങനെ കിട്ടുന്നതാണ്. ആ ചോദിച്ചതിന് ഉത്തരം കിട്ടുന്നതിന്റെ പുറത്ത് കൂലി കിട്ടും. ഇതൊരു ഇബാദത്താണ്. അത് ഇബാദത്തായതുകൊണ്ട് ഈ മാസത്തിൽ വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം കൊടുക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമീപത്തുണ്ട്, അടുത്തന്നെ. ചോദിച്ചോണ്ടിരുന്നോളി. കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും ചോദിച്ചെന്ത് ചെയ്യാ? കൂലി കിട്ടാൻ വേണ്ടിയാണ്. കൂടുതൽ കിട്ടും ചെയ്യും. കാരണം നമ്മുടെ രക്ഷിതാവ് തരും, തരാതിരിക്കൂല. അങ്ങനെ തരുന്നവനാണ് നമ്മുടെ രക്ഷിതാവ്. ആ ഉദ്ദേശപ്രകാരം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഇതല്ലേ ചെയ്യേണ്ടത്. അപ്പൊ രാത്രികളിൽ എഴുന്നേറ്റിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? تتجافى جنوبهم عن المضاجع يدعون ربهم
രാത്രിയിൽ അവരുടെ പാർശ്വഭാഗങ്ങൾ അകന്നു വന്നുകൊണ്ട് അവർ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെ പ്രാർത്ഥിക്കണത്? പേടിയോടുകൂടി. നീ പറയും, ആർക്കെങ്കിലും പേടി ഉണ്ടാവോ? ആണ്ടേ. കാരണം എന്താ? രാത്രി നീച്ചതല്ലേ, കള്ളം വരുമോ എന്നുള്ള പേടി. അപ്പൊ കള്ളം വരുമോ എന്നുള്ള പേടിയോടുകൂടി നിസ്കരിക്കുന്നവരാണോ? എല്ലാം ഉറപ്പല്ലേ? അതല്ല, റബ്ബിന്റെ അടുത്തേക്ക് മടങ്ങി പോണല്ലോ എന്നുള്ള പേടിയാണ്. ആ പേടിയോടുകൂടി നിസ്കരിക്കുക. ആഗ്രഹത്തോടും കൂടിയിട്ടാണ് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രാർത്ഥന നിർവഹിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. അതിനാ റമദാൻ മാസത്തിൽ നമുക്ക് കൂലിക്കാനും ഇങ്ങനെയുള്ള ഒരാളായി മാറാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു മാറ്റത്തിലേക്ക് നമ്മൾ ഒരുങ്ങാം. എനിക്ക് കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ് രാത്രി നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കുന്നത്. അതിനാണ് ഞാൻ വിചാരിച്ചത് നിസ്കരിക്കാനും. പുലർച്ച സമയത്ത് റബ്ബിനോട് പൊറുക്കല്ല തേടല, പഠിച്ചോനെ പൊറുക്കല്ലേ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേ അതിലേക്കുള്ള ഒരു മാറ്റം നമ്മൾ. അതാണ് എന്നുള്ള പറഞ്ഞത്. ജനങ്ങളെ ഉറങ്ങി കിടക്കുന്ന നേരത്തെ നമ്മൾ നിസ്കരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ആ പുണ്യം അത് നബി പറഞ്ഞു, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരാണോ റമദാൻ മാസത്തിൽ നിന്ന് നമസ്കരിക്കണമെങ്കിൽ ഈമാനോടുകൂടിയും, ഈമാൻ എന്താ? എന്റെ റബ്ബ് എനിക്ക് സുന്നത്തായി നിശ്ചയിച്ച കാര്യമാണ് എന്ന വിശ്വാസപ്രകാരം തന്നെ, വഹ്തിസാബൻ പ്രതിഫലം ആഗ്രഹിച്ചു. എന്താ പ്രതിഫലം? നിസ്കരിച്ചാൽ എന്റെ പാപം പൊറുക്കപ്പെടും, എല്ലാ നന്മയും പൊറുക്കപ്പെടുന്നതാണ്. ഖുർആനിലെ നിസ്കാരത്തെ പറ്റി പറഞ്ഞിട്ടാണ് ഇന്നൽ ഹസനാത്ത് ചെയ്യാതെന്ന് പറയണേ. നിസ്കരിച്ചാൽ തന്നെ നമ്മുടെ പാപം പൊറുക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ഒന്ന് നിസ്കരിച്ചോളി. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് സുന്നത്ത് നിസ്കാരം പറഞ്ഞത്, അതൊക്കെ നമുക്കൊന്ന് നിസ്കരിച്ചൂടെ? രാവിലെ മുതൽ നിങ്ങളൊന്ന് ആലോചിച്ചേക്കാണ്. സുബഹിസ്കാരത്തിന് മുമ്പ് മുതൽ സുന്നത്താണ്. പിന്നെ പള്ളിയിൽ പോവുകയാണെങ്കിൽ പള്ളിയിൽ തന്നെ ഇരുന്നാൽ അതും സുന്നത്താണ്. പിന്നെ ഇസ്രാഖ് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചൊരു ഉന്തത്തിന്റെ അത്ര 15 മിനിറ്റ് എന്നാണ് ഉദയത്തിന്റെ സമയം. ഇതിൽ കാണുന്നുണ്ടാവില്ല. ആ ഉദയത്തിന്റെ സമയം കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കുക. 2 റക്അത്ത് നിസ്കരിച്ച കൂലിയ ദുഹാസ്കാരാണ്. പിന്നെ ദുഹാസ്കാരത്തിന്റെ സമയമായതുകൊണ്ട് 8 റക്അത്ത് വരെ നമുക്ക് നിസ്കരിക്കാനാണ്. ഇതിനൊക്കെ എത്രയാ കൂലിയുള്ളത്? എല്ലാ സന്ധിയിലും സ്വതക്കയാണ്. മനുഷ്യര് 300-ലധികം സന്ധികളുണ്ട്. ആ സന്ധികളൊക്കെ എന്താണ്? നമുക്ക് സ്വതക്ക. ഒരു ദിവസം എത്ര സ്വതക്ക കിട്ടും? 2 റക്അത്ത് നിസ്കരിച്ചാൽ അപ്പൊ എത്ര നന്മയാ. അത് കിട്ടണമെന്ന് വിചാരിച്ച് എന്ത് ചെയ്യണം? നിസ്കരിക്കണം. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഉദ്ദേശപ്രകാരം സൽക്രമങ്ങൾ ചെയ്യുക, എല്ലാ സുന്നത്ത് നമസ്കാരങ്ങളും നിർവഹിക്കുക. അങ്ങനെ നമ്മൾ പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് കടക്കുക. അതാണ് നമുക്ക് ഈ റമദാനിൽ ചെയ്യാൻ തഖ്വയുള്ള ഒരു യഥാർത്ഥ ആളായിട്ട് മാറുക. അപ്പം പഠിച്ചവനെ പേടി കൂടും. കാരണം മുത്തഖീങ്ങളുടെ സ്വഭാവം പറഞ്ഞിട്ടല്ല പറഞ്ഞതാണ്. അവരെന്ത് വല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് വഹും മിനസ് സാഅത്തി മുശ്ഫിഖൂൻ. അദൃശ്യനായ പടച്ച റബ്ബിനെ അവർ ഭയപ്പെടുന്ന ആളുകളാണ്. പഠിച്ചവനെ പേടി ഭയങ്കര കാരണം അതാ നമുക്കൊന്നും ഇല്ലാത്തത്. സത്യം നിങ്ങൾ പറഞ്ഞു, നമുക്ക് ആർക്കെങ്കിലും ഇപ്പൊ അള്ളാഹിനെ കുറിച്ചുള്ള പേടി നിങ്ങൾ അരച്ചിട്ടുണ്ടാവില്ല. അത് ഉണ്ടാകണമെന്നാണ്. ജന്നത്തുൽ മുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീർ. ആർക്കാ സ്വർഗ്ഗമുള്ളത്? അള്ളാഹുവിന്റെ അടുക്കലേക്ക് കേരിച്ച് മടങ്ങിയ ആൾക്കാർ. ഹഫീർ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആൾക്കാർ. ഇവിടെ വീണ്ടും പറയാം, മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്. അള്ളാഹുവിനെ പേടിക്കുക. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെയാ ഉണ്ടാക്കിയെടുക്കല്? പഠിച്ചോനെ, എന്നെ പഠിച്ചറപ്പ് ഇങ്ങനെയൊക്കെ എത്രയും സുഖങ്ങൾ എനിക്ക് നൽകിയിട്ട് ഇത് ഇനി എന്നോട് പഠിച്ചോൻ ചോദിച്ചാൽ എന്താകും എൻ്റെ അവസ്ഥ എന്നുള്ള ഒരു ചോദ്യം നമ്മളിൽ ഉണ്ടായി. ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള പഠിച്ചോ നമുക്ക് എന്താ ഈ റമദാൻ എന്തിനാ നമുക്ക് ജീവിക്കാൻ തന്നെ നിങ്ങൾ പഠിച്ച് ഒരുപാട് ഹദീസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. കുത്തുബക്ക് പോണ ആൾക്കാരാണ് കേട്ടിട്ടുണ്ടാവും. ഇതാ അഹബ്ബല്ലാഹു അബ്ദൻ അസലഹു. അള്ളാഹു ഒരു അടിമനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അസലഹു, അവനെ അസല എന്ന് പറഞ്ഞാൽ തേനാക്കിന. പക്ഷെ സഹാബിമാർ ചോദിച്ചു എന്താ അസലഹു എന്ന് പറഞ്ഞാൽ? അസലഹു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അവന് സൽക്കർമ്മം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ട കാര്യങ്ങള്? നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടം ഉണ്ടായതുകൊണ്ടാണ് ഈ റമദാൻ മാസത്തിൽ പുണ്യങ്ങൾ ചെയ്യാനുള്ള അവസരം പഠിച്ച നമുക്ക് നൽകിയത് എന്നാണ്. അപ്പൊ അല്ലെങ്കിൽ ഇതിന് മുമ്പ് എത്ര ആൾക്കാർ മരിച്ചുപോയി.
പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ നിന്ന് മരിച്ചില്ലേ, അതുപോലെ നമുക്ക് മരിക്കാറോ മരിച്ചു പോകാൻ സാധ്യത ഉണ്ടല്ലോ. അതിന് വയസ്സിന്റെ കണക്കൊന്നുമില്ല. ഉണ്ടോ? എത്ര ചെറുപ്പക്കാരും മരിക്കുന്നുണ്ട്. പല പല രോഗമാണ്. നമ്മൾ ചിലപ്പോൾ പറയും ഒന്നുമില്ലാതെ അവിടെ പടി മുട്ടിങ്ങാണ്ട് അപകടങ്ങളായിട്ട് മരിക്കണില്ലേ, അറ്റാക്ക് വന്നാണ് മരിക്കണില്ലേ. ഇതൊക്കെ ചെറുപ്പത്തിൽ എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ മരിക്കുന്നത് ഇങ്ങനെ പത്രങ്ങളിലൂടെ ഒക്കെ കാണിച്ചു തരുന്നതിനാണ് നമ്മൾ ഉപയോഗിക്കാൻ. അതുകൊണ്ട് നമുക്ക് അല്ലാഹു നിശ്ചയിച്ച് തന്ന ഈ റമദാനിൽ ജീവിക്കാനുള്ള ഒരു അവസരം പഠിച്ചോ തന്നീന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അൽഹംദുലില്ലാ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനകളിൽ ഏറ്റവും വലുതാണിത് അൽഹംദുലില്ലാ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴും ഇങ്ങനെ പഠിച്ച റബ്ബിലേക്ക് നമ്മൾ അടുക്കുക, കൂലി വാങ്ങാൻ വേണ്ടി നോക്കുക. ഖുർആൻ നിങ്ങൾക്ക് അറിയാലോ, റമദാൻ മാസത്തിൽ അതിന്റെ ഏറ്റവും പ്രത്യേകത എന്താ? ഖുർആൻ ഇറങ്ങിയ മാസമാണ് എന്നുള്ളത്. നമ്മൾ ഖുർആനായിട്ടുള്ള ബന്ധം പെടലിൽ ഇത് ഓതിയാൽ പരലോകത്ത് ഖുർആൻ വരുന്നതാണ്. എല്ലാവർക്കും വാട്സപ്പിൽ കൂടെ കേട്ടുകാണ്ട് ഇത് കാണാതെ അറിയാം അല്ലെ. ചെറിയ കുട്ടികൾ ഈ മറ്റേ സ്കൂളുകളിൽ നിന്നൊക്കെ പഠിച്ചിട്ട് ഓർക്ക് ഇങ്ങനെ അതിന്റെ പരസ്യമായിട്ട് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഈ ഹദീസ് എന്താ ഉള്ളത്? ഖുർആൻ ആരെങ്കിലും ഓതിയാൽ പരലോകത്ത് നമുക്ക് ശുപാർശയായിട്ട് ഖുർആൻ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഖുർആനുമായിട്ട് ബന്ധം പുലർത്തിക്കൊണ്ട് ഓതിക്കൊണ്ടേയിരിക്കുക, പഠിക്കുക ഖുർആനെ. എളുപ്പമാക്കി തന്നിട്ടുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ ഖുർആൻ പഠിക്കാൻ തയ്യാറാക്കുക. മാത്രമല്ല അള്ളാഹ് പറഞ്ഞ എന്താ, റസൂൽ പറഞ്ഞ എന്താ, അൽ മാഹിറു ബിൽ ഖുർആനി മാ സഫറത്തിൽ കിറാമിൽ ബററാന. പുണ്യമായിട്ട് മാഹിർ ഖുർആനിൽ നിപുണനായ ഒരാൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നത സ്ഥാനമുള്ള മലക്കുകളുടെ അതേ സ്ഥാനത്തേക്ക് എത്തുന്ന ഖുർആനിൽ മാഹിറായ ആൾ. അങ്ങനെ ഖുർആനിൽ അർത്ഥം അറിയാം, അതിന്റെ തജ്വീദും അറിയാം. അങ്ങനെയൊക്കെ ഖുർആൻ ഓതുന്ന ആൾക്കാർക്ക് അത്രയും കൂലി കിട്ടുന്നു. എന്നാൽ ഓതാനൊക്കെ തെച്ചി ഓതുന്ന ആൾക്കാരാണെങ്കിൽ കൂലി കിട്ടൂല എന്നൊന്നും നബി പറഞ്ഞിട്ടില്ല. നബി പറഞ്ഞെന്താ? ബുദ്ധിമുട്ടിക്കൊണ്ട് പിഴവുകൾ സംഭവിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇടർച്ചയുണ്ടായിക്കൊണ്ട് ഓതുന്നവര് 2 കൂലി കിട്ടും. നമ്മളെന്താ മനസ്സിലാക്കി? നമ്മൾ ഭയങ്കര ബുദ്ധിജീവിതമായ കാര്യ. നമ്മളെന്താ, എനിക്ക് 2 കൂലി വേണം. അതുവാണെങ്കിൽ നമ്മൾ എപ്പോഴും താന്നുകണ്ടാണ്ടാക്കുക. 2 കൂലി വേണമെന്നല്ല ചിന്തിക്കണ്ടേ, 2 കൂലി പോരാ എന്നാ ചിന്തിക്കണ്ടേ. 2 കൂലി എന്ന് പറഞ്ഞാൽ ഓതാൻ കിട്ടാത്ത ആൾക്കാർക്കുള്ളതാണ്. എനിക്ക് നല്ലോണം ഓതാൻ കിട്ടണം, പഠിക്കണം, മനസ്സിലാക്കണം എന്ന് മനസ്സ് വെച്ചിട്ട് ഖുർആൻ പഠിക്കും. അള്ളാഹ് എളുപ്പമാക്കി തന്നെ നമ്മുടെ മനസ്സ് അതിന്റെ മുമ്പിൽ നിന്ന് തുറക്കുക. ഖുർആൻ പറയല്ലേ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവരുടെ ഹൃദയത്തിൽ വല്ല കൂട്ടുണ്ടോ? ഒന്ന് തുറക്കുക, എന്നിട്ട് പഠിക്കുക, ഖുർആൻ ഇരുന്ന് കേൾക്കുക. വെറുതെ നേരത്തെ തുറന്നിട്ട് എല്ലാ മൊബൈലും ഉണ്ടാവും ഇതൊക്കെ. ഇതൊക്കെ ഖുർആൻ കേട്ടുന്ന അതൊക്കെ കാരുണ്യാണ്. കേട്ടാലേ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. കേട്ടതെന്നെ കേട്ടാൽ ഇതൊക്കെ നമുക്ക് അറിയാലോ, അറിഞ്ഞോട്ടെ. അതിന് കൂലിക്ക് വേണ്ടി ചെയ്യാന്ന് ആലോചിക്കുന്നത്. അപ്പൊ എന്താ എന്റെ ക്ലാസ് കൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകട്ടെ, എന്ത് ചെയ്താലും അതൊക്കെ എന്തിനു വേണ്ടി? നമ്മളെ പാപം പൊറുക്കാനാണെന്നുള്ള ഉദ്ദേശപ്രകാരം ചെയ്യാം. രണ്ടാമതെന്താ, ഞാനൊരു മാറ്റം മാറാൻ വേണ്ടിയിട്ട് എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും ഒരു മാറ്റം വരണം. എന്താ? തഖ്വ, മുത്തഖിയായി മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഈ കർമ്മങ്ങളൊക്കെ പടച്ച റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്ന ഭയത്തോടു കൂടി ചെയ്യാന്നുള്ളതാണ് എനിക്ക് ചെയ്യാനുള്ളത്. അതാണ് തഖ്വയുള്ള ആള് ലക്ഷണം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരാളായി ഞാൻ മാറട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതിലേക്കൊക്കെ ഇറങ്ങുക, ഖുർആൻ ഓദിക്കുക, കുട്ടികളെ കൊണ്ട് ഓദിക്കുക, പെരക്കാരെ കൊണ്ട് ഇതൊക്കെ നന്മകളിൽ എല്ലാവരും എന്ത് ചെയ്യുക, മുന്നിൽ ഉണ്ടാക്കുക. നോമ്പ് നോൽപ്പിക്കുന്നവർക്കും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടാകുക. നോമ്പിന്റെ കൂലി നഷ്ടപ്പെടുത്താതെ നമ്മൾ സൂക്ഷിക്കുക. എന്താ? മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ ഫീ അൻ യദഅ തആമഹു വശറാബഹു. കളവ് പറയുന്നത് ഒരാൾ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ, നമ്മളാണെങ്കിൽ അങ്ങ് എപ്പോഴും അറിയാതെ ഇങ്ങനെ നുണ പറയാം, കളവ് പറയാം, അത് പാടില്ല. കാരണം നോമ്പ് തോറ്റിക്കുന്നത് നമ്മൾ നന്നാവാനാണ്. മല്ലമത കൗല സൂരി, കളവ് പറയുന്നത് ഒരാൾ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ, വൽ അമല ബിഹി, കളവ് പറഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും ഒരാൾ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ, ഫലൈസ ലില്ലാഹി ഹാജ, അല്ലാഹുവിന് ഒരാവശ്യമില്ല. ഫീ അൻ യദഅ തആമഹു വശറാബഹു, അവൻ പട്ടിണി കിടക്കുന്നതിന് പടച്ചോൻ ആവശ്യമില്ല. അപ്പൊ അല്ലാഹുവിന് എന്താ ആവശ്യം? നമ്മൾ പട്ടിണി കിടക്കാൻ എല്ലാ ആവശ്യം. പിന്നെ നമ്മളെ നിയന്ത്രിക്കലാണ്.
അള്ളാഹുവിന് ഇഷ്ടമുള്ള രൂപത്തിൽ നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം. നാവിനെ നിയന്ത്രിക്കുക, ശരീരത്തെ നിയന്ത്രിക്കുക, അതാണ് തഖ്വ. നിങ്ങൾ ആലോചിക്കുക, ആ രൂപത്തിലേക്ക് നമ്മളെ നോമ്പിനെ മാറ്റിയിട്ട് കളങ്കണ്ടാക്കിയിട്ട് നിയ്യത്ത് ഒന്ന് ഉറപ്പിക്കുക. എല്ലാ സമയത്തും നമുക്കറിയാലോ, റമദാൻ മാസത്തിൽ നിയ്യത്ത് ആദ്യം വെച്ചാൽ തന്നെ മതി എന്നാണ്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നോമ്പ് എങ്ങനെയെങ്കിലും മുറിയുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്താൽ മതി, വീണ്ടും ആവർത്തിച്ച് അപ്പോൾ വെക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ റമദാൻ മാസം ഫുള്ളായിട്ട് നോമ്പ് വെക്കാൻ ഉദ്ദേശിച്ചിരിക്കും, നിയ്യത്ത് വെച്ചിരിക്കും, അതാണല്ലോ നിയ്യത്ത്. അത് വെച്ചാൽ തന്നെ എന്താ എല്ലാ ദിവസവും പിന്നെ അത്താഴത്തിന് നിങ്ങളൊക്കെ അതിന് വേണ്ടിയാ ഒക്കെ തിന്നാൻ തന്നെയാണ്. അപ്പം നീ നോമ്പ് വെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ആ നിയ്യത്ത് അവിടെ പുതുക്കി വരുന്നുണ്ട്. പറയൊന്നും വേണ്ട. പറയല് പറഞ്ഞത് വേറുള്ള ആൾക്കാർക്ക് പറഞ്ഞത് അത് നെയ്വ് പഠിപ്പിച്ചോന്നല്ല. പറയണ നിയ്യത്ത് എവിടെ മാത്രമേ ഉള്ളൂ? ഹജ്ജിനും ഉംറക്കും മാത്രമേ ഉള്ളൂ. ലബ്ബൈക്കല്ലാഹും ഉംറത്തൻ ലബ്ബൈക്കല്ലാഹും ഹജ്ജ്. ബാക്കിയൊക്കെ മനസ്സ് ഉദ്ദേശം ഉണ്ടായതിന് അതിന്റെ കൂലി. പക്ഷെ എപ്പോഴും നമുക്ക് ആ ഉദ്ദേശമാണ്. നിസ്കരിക്കാൻ പോകുമ്പോൾ ഇതൊക്കെ എൻ്റെ പാപം പൊറുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന മനസ്സ് നമ്മളിൽ ഉണ്ടാവുക.